യുഗ്ലിനോയിഡ്സിനെ കുറിച്ച് പറഞ്ഞോ? കിങ്ഡം പ്രൊട്ടിസ്റ്റ് എന്താണ് യുഗ്ലിനോയിഡ്സിനെ കുറിച്ച് പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞു? യുഗ്ലിനോയിഡ്സിനെ കുറിച്ചിട്ട് എന്താ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത്? യുഗ്ലീന ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്. യുഗ്ലീന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സ്റ്റാഗ്നന്റ് വാട്ടറിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു യുഗ്ലീനയ്ക്ക് സെൽവാളില്ല, പക്ഷെ അതിന് പകരം പെല്ലിക്കിൾ എന്ന് പറയുന്ന ലെയർ ഉണ്ട്. യുഗ്ലിനയ്ക്ക് 2 ഫ്ലജല്ല ഉണ്ട്, ശരിയല്ലേ? എ ഷോർട്ട് ആൻഡ് എ ലോങ് വൺ ഫ്ലജൽ. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? സൺലൈറ്റിന്റെ പ്രസൻസിൽ അവർ ഫോട്ടോസിന്തറ്റിക് ആണ്, പക്ഷെ സൺലൈറ്റിന്റെ ആബ്സെൻസിൽ അവരെന്താണ്? ഹെറ്ററോട്രോപ്സ് ആണ്. മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് യുഗ്ലിനോയിഡ്സും. ഇത് യുഗ്ലിനയുടെ ശരീരത്തിൽ പിഗ്മെന്റ് ഉണ്ട്, അവരുടെ ബോഡിയിൽ പിഗ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റിയല്ലോ. മനസ്സിലായോ? അതുകൊണ്ട് ഹയർ പ്ലാന്റിൽ, വലിയ പ്ലാന്റിലൊക്കെ, നമ്മൾ വലിയ സസ്യങ്ങളിലൊക്കെ കാണുന്ന അതേ പിഗ്മെന്റ് നമ്മുടെ ഈ യുഗ്ലിനയിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചത് യുഗ്ലിനോയിഡ്സ് വരെയാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റ ആണ് എടുക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവരും പഠിച്ചു വന്നതല്ലേ? ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ല. ബാക്കിയുള്ളവരൊന്നും ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, എല്ലാവരും ഇന്നലെ വായിച്ചിരുന്നോ? ആരെങ്കിലും വായിക്കാത്തവരുണ്ടോ? എല്ലാരും വായിച്ചവരാണ്. എല്ലാരും വായിച്ചതാണ് അല്ലെ? എല്ലാരും വായിച്ചവരൊക്കെ മെസ്സേജ് അയച്ചാണി പെട്ടെന്ന്. എല്ലാരും മെസ്സേജ് അയച്ചാണി വായിച്ചവരൊക്കെ. ഓക്കെ, എല്ലാരും വായിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അപ്പൊ വായിക്കാതെ ഇരിക്കരുത്, വായിച്ച് എഴുതി പഠിച്ചിട്ടായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് അല്ലെ? ഓക്കെ, നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ആദ്യത്തെ ആളായിരുന്നു. ആദ്യത്തെ ആളാരായിരുന്നു കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ആദ്യത്തെ ആളാരായിരുന്നു? ക്രൈസോഫൈറ്റസ്. ഏതായിരുന്നു? ക്രൈസോഫൈറ്റ്സ്. ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? എന്താ ഡയാറ്റമീഷ്യസ് എർത്ത്? സെൽവാളിൽ സിലിക്ക ഡിപ്പോസിറ്റ് ചെയ്തത് അല്ലെ? അവര് സെൽവാൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് ഡയാറ്റമീഷ്യസ് എർത്ത് എന്നൊക്കെ പറയുന്നത്. സോ ഇന്ന് നമുക്ക് പുതിയ ഒരാളെ പഠിക്കാം. അതായത് ക്രൈസോഫൈറ്റ്സ് കഴിഞ്ഞു, ഡയനോഫ്ലജല്ലേറ്റ്സ് കഴിഞ്ഞു, യുഗ്ലിനോയിഡ്സ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആള് എത്രാമത്തെ ആളാണ്? ഫോർത്ത് വൺ. അപ്പൊ ഫോർത്ത് വണ്ണിൽ ആരാണ്? സ്ലൈം മോൾഡ്സ് എന്നാണ് ഞാൻ ഇതിന് പറയാം. മക്കളെ, നിങ്ങൾ വീടിന്റെ മുറ്റം നോക്കിക്കഴിഞ്ഞാല് ചില സമയത്ത് നിങ്ങൾ ഈ ഒരു പൂപ്പ് പോലെ, ശരിക്കും പൂപ്പൽ വിഭാഗം, ഫംഗസ് ആണല്ലോ പൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ ഫംഗസ്, പൂപ്പൽ വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഞാനൊരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ. അതായത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, അതായത് സ്ലൈമോഡ്സിന്റെ ചിത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. സ്ലൈമോഡ്സിന്റെ ചിത്രം നോക്കാം. സ്ലൈമോഡ്സിന്റെ ശരിക്കുള്ള ഇമേജ് ഇതാ. സ്ലൈമോഡ്സിന്റെ ശരിക്കുള്ള ഇമേജസ് ആണ് ഇത്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത് മരത്തിന്റെ മേലൊക്കെ ഇങ്ങനെ കാണുന്നതാണ്. ശരിക്കും കണ്ട മരത്തിന്റെ മേലൊക്കെയാണ് ഇത് പറ്റി പിടിച്ചിങ്ങനെ വളരുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടാ? ഓക്കെ, ചിലപ്പോ ചിലവർ കണ്ടിട്ടുണ്ടാവും, ചിലവർ കണ്ടിട്ടുണ്ടാവില്ല. ഇത് പ്ലാസ്മോഡിയാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോകും, ഇത് പടർന്ന് ഇങ്ങനെ പോകും. ഇവരുടെ ഈ ബോഡിക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇവരെ ഈ ബോഡി ഇങ്ങനെ കൂടി ചേർന്നിട്ട് ഒരു അഗ്രിഗേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ അഗ്രിഗേഷൻ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? അഗ്രിഗേഷൻ വിളിക്കുന്ന പേര് പ്ലാസ്മോഡിയം. ഇവരുടെ ബോഡി ഇങ്ങനെ കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നില്ലേ ഈ സാധനം? ഇതില്ലേ? ഇത് അതിനെന്താ വിളിക്കുക മക്കളെ? പ്ലാസ്മോഡിയം എന്നാണ് അതിന് വിളിക്കുക. നോക്കൂ, ഇതാ ഇതിന്റെ പ്ലാസ്മോഡിയാണ്. സ്ലൈമോഡിന്റെ പ്ലാസ്മോഡിയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോണേ. ഇവരുടെ ബോഡിയുടെ അഗ്രിഗേഷൻ എന്താ വിളിക്കുക? ബോഡിയുടെ അഗ്രിഗേഷൻ ഞാൻ പറ, പ്ലാസ്മോഡിയം. അത് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോണത്. മനസ്സിലായോ? മരത്തിന്റെ മേലൊക്കെ ഇങ്ങനെ പടർന്ന് സ്പ്രെഡ് ചെയ്ത് പോണത് അവരുടെ ആ ബോഡി. ഇവർക്ക് നല്ല കണ്ടീഷൻ കിട്ടിയാൽ മാത്രമേ, സ്യൂട്ടബിൾ കണ്ടീഷൻ കിട്ടിയാൽ മാത്രമേ ഈ പ്ലാസ്മോഡിയം വളരുള്ളൂ. നല്ല കണ്ടീഷൻ കിട്ടിയാൽ മാത്രം. ഇവര് വളരുന്ന സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരത്തിന്റെ മേലെ
ചീഞ്ഞളിഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഈ പറയുന്ന സ്ലൈം മോൾഡ് വളരുന്നത്. അപ്പൊ അവരെന്താ വിളിക്കുക? നമ്മള് ചീഞ്ഞളിഞ്ഞ സ്ഥലത്ത് നിന്ന് ഫുഡ് വലിച്ചെടുക്കുന്നു. അപ്പൊ എന്താ നമ്മൾ വിളിക്കുക ഇവരെ? ചീഞ്ഞളിഞ്ഞ, അതായത് ഡെഡ് ആയിട്ടുള്ള സാധനത്തിൽ നിന്നാണ് ഇവർ ഫുഡ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് വെരി ഗുഡ്, സാപ്രോഫൈറ്റിക്. അപ്പൊ നമ്മൾ സ്ലൈമോഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാപ്രോഫൈറ്റിക് എന്നാണ് വിളിക്കുക കേട്ടോ. സ്ലൈമോഡ്സിനെ വിളിക്കുന്ന പേരെന്താണ്? സാപ്രോഫൈറ്റിക്. മനസ്സിലായോ? സ്ലൈമോഡ്സിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? എന്താ വിളിക്കുക? സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ. സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ. കണ്ട, ഇതൊരു സ്ലൈമോഡിന്റെ പ്ലാസ്മോഡിയാണ്. കണ്ട, ചീഞ്ഞളിഞ്ഞ സ്ഥലത്താണ് ഇവർ കാണുന്നത്. സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ് ആണ് ഇവര് സാപ്രോഫൈറ്റിക് ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളോട് ശ്രദ്ധിച്ചു കേട്ടോളൂ. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവരുടെ ചില സമയത്ത് ഇത് പ്ലാസ്മോഡിയാണ്. ഈ പ്ലാസ്മോഡിയത്തിൽ നിന്ന് ഇവിടുന്ന് കണ്ട ഒരു ഉണ്ട വന്നത് കണ്ട? ഇവരുടെ പ്ലാസ്മോഡിയത്തിൽ കണ്ട ഒരു ഉണ്ട കണ്ട? ഇതിന്റെ ഉള്ളിൽ കുറെ സ്പോർ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഈ ഉണ്ട ഇത് എവിടുന്ന് ഉണ്ടായി വന്നതാണ്? എവിടുന്നുണ്ടായതാണ് ഇത്? ഈ സ്ട്രക്ചർ എവിടുന്നുണ്ടായി വന്നതാ? പ്ലാസ്മോഡിയത്തിൽ നിന്ന്. എവിടുന്നുണ്ടായി വന്നതാണ് മക്കളെ? അതായത് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് അവരുടെ ബോഡിയാണ്, അഗ്രിഗേഷൻ ആണ്. ഫേവറബിൾ കണ്ടീഷനിൽ, സൂട്ടബിൾ കണ്ടീഷനിലാണ് ഇവർ ഈ പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്നത്. സൂട്ടബിൾ കണ്ടീഷൻസിലാണ് അവരെന്ത് ചെയ്യണത്? പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്ക് എപ്പോഴാണ് ആപത്ത് വരുന്നത്? എപ്പോഴാണോ അവർക്ക് അൺഫേവറബിൾ കണ്ടീഷൻ വരുന്നത്? അപ്പൊ അവര് സ്പോർ ഉണ്ടാക്കും. ബാക്ടീരിയ നമ്മൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ബാക്ടീരിയ നമ്മൾ സ്പോർ ഉണ്ടാക്കും. അതുപോലെ ഇവരിൽ എന്തുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞത്? അതുപോലെ ഇവരിൽ എന്തുണ്ടാക്കുന്ന പറഞ്ഞത്? സ്പോർ ഉണ്ടാക്കും. ഇതുപോലെ എന്തുണ്ടാക്കും? സ്പോർ ഉണ്ടാക്കും. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ആ സ്പോർ ഉണ്ടാക്കുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്, എന്ത്? എന്താ വിളിക്കുക? ഫ്രൂട്ടി ബോഡി. പറഞ്ഞാണി ഫ്രൂട്ടി ബോഡി. അപ്പോ നോക്കണേ, ഇത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. അപ്പൊ എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, സ്ലൈമോഡ്സിന്റെ ബോഡിക്ക് വിളിക്കുന്ന പേരെന്താ? അഗ്രിഗേഷൻ വിളിച്ച പേരെന്താണ് മക്കളെ? അഗ്രിഗേഷൻ വിളിച്ച പേരെന്താണ്? അതാ, ഞാൻ അവരുടെ ബോഡി ഇങ്ങനെ കാണിക്കുകയാണേ. ഇത് അവരുടെ ബോഡിയാണ്, അഗ്രിഗേഷൻ ആണ്. ഇത് അവരുടെ അഗ്രിഗേഷൻ ആണ്. ഓക്കെ, ഇത് അവരുടെ അഗ്രിഗേഷൻ ആണ്. അഗ്രിഗേഷൻസ്, പ്ലാസ്മോഡിയത്തിന്റെ അഗ്രിഗേഷൻ, അഗ്രിഗേഷൻ അവരുടെ ബോഡിയുടെ. ഇത് എപ്പോഴാണ് ഇങ്ങനെ അഗ്രിഗേഷൻ ഉണ്ടാവുക? ഇങ്ങനെ കൂട്ടം കൂടി ചേരുന്നത് എപ്പോഴാണ്? നല്ല കണ്ടീഷനാണോ അൺഫേവറബിൾ കണ്ടീഷനിലാണോ ഇത് ഉണ്ടാവുന്നത്? സൂട്ടബിൾ കണ്ടീഷനിൽ അല്ലെ? സൂട്ടബിൾ കണ്ടീഷൻ. അൺഫേവറബിൾ കണ്ടീഷൻ ആവുമ്പോൾ എന്താ മാറും? ഇതിൽ നിന്ന് എന്താ ഉണ്ടാവുക? അപ്പൊ സ്പോർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് എന്താ വിളിക്കുക? അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. അപ്പൊ ഇതാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. അപ്പൊ ഫ്രൂട്ടിംഗ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ഫ്രൂട്ടിംഗ് ബോഡീസ് മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ഫ്രൂട്ടിംഗ് ബോഡീസ്. ഓക്കെ, ഫ്രൂട്ടിംഗ് ബോഡി. ഈ ഫ്രൂട്ടിംഗ് ബോഡിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഈ ഫ്രൂട്ടിംഗ് ബോഡിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? സ്പോർസ്. ഈ സ്പോർസ് നല്ല സ്പോറാണ്. ഈ സ്പോറിന് ഒരുപാട് കാലം മണ്ണിൽ നിൽക്കാൻ പറ്റും. ഈ സ്പോറിന് കാരണം ഈ സ്പോറിന് നല്ല വാളുണ്ട്, ശരിയായ വാളുണ്ട്, നല്ല അടിപൊളി വാളുണ്ട്. സെൽവാള് പോലെ ഒരു ട്രൂ വാൾ, കറക്റ്റ് ഒരു സെൽവാള് പോലത്തെ ഒരു സാധനം ഇതിന് പ്രസന്റ് ആണ്. ട്രൂ വാൾ. സ്പോറിന് ഒരു വാളുണ്ട്. അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ സ്പോറിന് മണ്ണിൽ നിലനിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻ സ്ലൈമോഡ് ഉണ്ടാക്കുന്ന അഗ്രിഗേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ലൈമോഡ് ഉണ്ടാക്കുന്ന അഗ്രിഗേഷനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? എന്താണ്? പ്ലാസ്മോഡിയം. ഓക്കെ, അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? ഫ്രൂട്ടിംഗ് ബോഡി. ഇതെപ്പോഴാ ഉണ്ടാക്കുക? അൺഫേവറബിൾ കണ്ടീഷൻ. ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാക്കുന്നത് അൺഫേവറബിൾ. അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഏതാണ്? അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് സ്പോർ. ഓക്കെ, അപ്പൊ ഞാൻ ഇവരെ കുറിച്ച് എഴുതുക, സ്ലൈമോഡ്സിനെ കുറിച്ച് എഴുതുകയാണ്. അവർ ഏത് ടൈപ്പ് ഫംഗസ് എന്നാണ് ഞാൻ എഴുതേണ്ടത്? ഏത് ടൈപ്പ് ഫംഗസ് ആണ് ഇവര്? ഫംഗസ് അല്ല, സോറി ഫംഗസ് അല്ല, പ്രൊട്ടിസ്റ്റ് ആണ്. ഹെറ്ററോട്രോഫിക് ആണ്, പക്ഷെ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ്. ഓക്കെ,
സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റസ്. ഓക്കെ, സ്ലൈമോഡ്സ് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളാണ്. ഓക്കെ, അവരുടെ ബോഡി ഏതിന്റെ മേലെ കൂടെ ഒക്കെയാണ്? ചീഞ്ഞളിഞ്ഞ മരത്തിന്റെ കമ്പിന്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴുകി നടന്നിട്ടല്ലേ അവർ ഫുഡ് വലിച്ചെടുക്കണത്? അല്ലേ? അവരുടെ ബോഡി ചീഞ്ഞളിഞ്ഞ മരത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ വളർന്നിട്ടല്ലേ ബോഡി ഉള്ളിലേക്ക് എടുക്കണത്? ശരിയല്ലേ? അപ്പോ ഞാൻ ആ ഒരു പോയിന്റ് ഇവിടെ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ, ഞാൻ ആ ഒരു പോയിന്റ് ഇവിടെ എഴുതാൻ പോവാണ്. അതായത് അവരുടെ ബോഡി മൂവ് ചെയ്യുന്നത്. ദി ബോഡി മൂവ്സ്, അവരുടെ ബോഡി മൂവ് ചെയ്യുന്നു. ദി ബോഡി മൂവ്സ് ഏതിലൂടെ? along decaying, ചീഞ്ഞളിഞ്ഞ മരത്തിന്റെ മേലെ കൂടെ, മരക്കമ്പിന്റെ മേലെ കൂടെ, decaying twigs, മരക്കമ്പുകൾ, ആൻഡ് ലീഫിന്റെ മേലെ കൂടെ, ആൻഡ് ലീവ്സ്. ഓക്കെ, ആൻഡ് ലീവ്സ്. പിന്നെ അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും? വിഴുങ്ങും ഈ ഫുഡിനെ. ലീവ്സ് എൻഗൾഫിങ്, അവര് വിഴുങ്ങുന്നു. എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അവര് ഫുഡാണ് ഓർഗാനിക് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓർഗാനിക് മെറ്റീരിയൽ അവർ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നു. അറിയൊക്കെ ഞാൻ ഈ പറഞ്ഞ ടേംസ് ക്ലിയർ ആയോ? അവരുടെ ബോഡി ഏതിന്റെ മേലെ കൂടെ നീങ്ങുന്നു? ഓക്കെ, decay twigs and ഈ 2 പോയിന്റ് ഈ ചിത്രം വേഗം എഴുതിത്താണ്. സ്ലൈമോഡ്സ്, they are saprophytic protists. The body moves along decaying twigs. മരത്തിന്റെ കമ്പുകളിലൂടെയൊക്കെ ഇങ്ങനെ നീങ്ങിയിട്ട് അവർ എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നതാണ്. അമീബൊക്കെ എങ്ങനെയാണ് ഫുഡ് എടുക്കുന്നത്, അതേപോലെ ഉള്ളിലേക്ക് എടുക്കുന്നതിനാണ് എൻഗൾഫിംഗ്, വിഴുങ്ങിയിട്ട് എന്നൊക്കെയാണ് ഉദ്ദേശം. അതായത് വലിച്ചെടുക്കുന്നു. എഴുതി കഴിഞ്ഞ മക്കളെ? ചിത്രമൊക്കെ വരച്ചോ? എല്ലാരും ഓക്കെ അല്ലേ? സ്ലൈമോഡ്സിനെ കുറിച്ചിട്ട് ഡൺ, എല്ലാരും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാണ് ഇനി എങ്ങനെയാണ് അവരുടെ ബോഡി മൂവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അവരുടെ ബോഡി ഏത് കണ്ടീഷനിലാണ് ഈ പ്ലാസ്മോഡിയം ഉണ്ടാവുന്നത്? ഏത് കണ്ടീഷനിലാണ്? പറ. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ പറയാണ്, ഫേവറബിൾ എന്നുള്ളതിന്റെ അർത്ഥം സ്യൂട്ടബിൾ എന്നാണ്. അപ്പൊ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ എന്ത് ഫോം ചെയ്യും അവര്? അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് അവര് ഫോം ചെയ്യുന്നു. ഒരു കൂട്ടം അല്ലേ? they form an aggregation. ഒരു കൂട്ടം കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അഗ്രിഗേഷൻ എന്നാണ് പറയാം. അഗ്രിഗേഷൻ ഈസ് കോൾഡ് എന്താ വിളിക്കുക? അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം. ഞാൻ എഴുതിട്ടാ, പ്ലാസ്മോഡിയം. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഈ പ്ലാസ്മോഡിയത്തിൽ നിന്ന് എന്താണ് പറയാ? ഈ പ്ലാസ്മോഡിയം സ്പ്രെഡ് ചെയ്യൂലേ? ഈ പല സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകൂലേ ഇത്? ശരിയല്ലേ? ഇറ്റ് മേ സ്പ്രെഡ് ചെയ്യും. ഇറ്റ് മേ സ്പ്രെഡ് ഓവർ പല സ്ഥലത്തേക്കും, ഓവർ സെവറൽ ഫീറ്റ് പലയിടത്തേക്കും എന്ത് ചെയ്യും? അതിങ്ങനെ പോകും, സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ they form an aggregation called plasmodium. It may spread over several feet. പലയിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അല്ല, അൺഫേവറബിൾ കണ്ടീഷൻ അതിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ. അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ എന്താ ഫോം ചെയ്യാ? പ്ലാസ്മോഡിയം
പ്ലാസ്മോഡിയത്തിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? പ്ലാസ്മോഡിയത്തിൽ നിന്നും മാറിയിട്ട് പ്ലാസ്മോഡിയം മാറിയിട്ട് കണ്ട പ്ലാസ്മോഡിയത്തിൽ നിന്നും ഡിഫറൻഷിയേറ്റ് പ്ലാസ്മോഡിയത്തിൽ നിന്നും മാറിയിട്ട് കണ്ട പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പ്ലാസ്മോഡിയത്തിന്റെ സ്ട്രക്ചർ മാറിയിട്ട് പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ്സ് ആൻഡ് ഫോം എന്നിട്ട് ഫോം ചെയ്യുന്നു ആൻഡ് ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ്. അങ്ങനെ പറയണം, ഫ്രൂട്ടിംഗ് ബോഡീസ്. ആ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ടിപ്പിൽ എന്തുണ്ട്? ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ടിപ്പില് ബിയറിംഗ് സ്പോർസ്. ഈ ഫ്രൂട്ടിംഗ് ബോഡി എന്നുള്ളതും റെഡിങ്ങിൽ എഴുതണം. ആൻഡ് ഫോം ഫ്രൂട്ടിംഗ് ബോഡി ബിയറിംഗ് സ്പോർസ് അറ്റ് ടിപ്പ് എന്നാണ് പറയാ. അറ്റ് ദെയർ ടിപ്പ്. അപ്പൊ അത് എഴുതി വെച്ചോളൂ. അറ്റ് ദെയർ ടിപ്സ്. അവരുടെ ടിപ്പിൽ. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, പ്രതികൂല സാഹചര്യത്തിൽ, അതിന് ആപത്ത് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന സ്ലൈം മോൾഡിന് വല്ല ആപത്തും വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് ആ പ്ലാസ്മോഡിയത്തിൽ നിന്ന്, നിങ്ങൾ എഴുതിക്കൊള്ളിട്ടോ, ഞാൻ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിക്കോളൂ. അവർക്ക് ആപത്ത് വരുമ്പോൾ ആ പ്ലാസ്മോഡിയത്തിൽ നിന്ന് മാറ്റം സംഭവിച്ച് അതാണ് ഡിഫറൻഷിയേറ്റ് എന്ന് ഉദ്ദേശിച്ചത്. പ്ലാസ്മോഡിയം മാറ്റം സംഭവിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് and form fruiting bodies. സ്പോറിന്റെ പ്രത്യേകത എന്തിനാ? സ്പോറിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഓർമ്മ ഉണ്ടെങ്കിൽ ആ സ്പോറിന്റെ പ്രത്യേകത എന്തേനി? സ്പോറിന് എന്തുണ്ട്? ഒരു സ്ഥലത്തും നശിക്കൂല. ദേ ആർ നോട്ട് ഡിസ്ട്രോയിങ് അല്ലേ? ബിക്കോസ് ഇറ്റ് ഹാസ് വാൾ, ട്രൂ വാൾ. ഒരു വാളുണ്ട്. വാൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ. സ്പോറിന് എന്തുണ്ട്? സ്പോർസിന് എന്തുണ്ട്? ട്രൂ വാൾസ്. നല്ല സ്ഥലമുണ്ട്, നല്ലൊരു കവർ ഉണ്ട്. ദേ ആർ ഹൈലി റെസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി ഉണ്ട് അവർക്ക്. പ്രതിരോധം എന്നല്ല, നന്നായിട്ട് പ്രതിരോധിച്ച് നിൽക്കും മണ്ണിലൊക്കെ. ദേ ആർ ഹൈലി റെസിസ്റ്റന്റ്. ഒരുപാട് വർഷം മണ്ണിൽ നിൽക്കാൻ പറ്റും. എപ്പോഴാണോ ഫേവറബിൾ ആവുന്നത് അപ്പൊ പിന്നെ അതിൽ നിന്ന് പുതിയ സ്ലൈം മോഡ് ഉണ്ടാവും. ഈ സ്പോർ എവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ സ്ലൈം മോഡ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അനുകൂല സാഹചര്യം അല്ലാതാവുമ്പോൾ അവർ സ്പോർ ഉണ്ടാക്കും. ആ സ്പോർ പിന്നെ എപ്പോഴെങ്കിലും അനുകൂല സാഹചര്യം വരുമ്പോ അതിൽ നിന്ന് പുതിയ ഒരു സ്ലൈം മോഡ് ഉണ്ടാവും. സ്പോർ ഹാവ് ട്രൂ വാൾ, ദേ ആർ ഹൈലി റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ്. എന്നിട്ട് അവര് കുറെ കാലം ജീവിക്കും. ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് കാലം അതെന്ത് ചെയ്യും? ജീവിക്കും. ഫോർ മെനി ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ഫോർ മെനി ഇയേഴ്സ്. ഓക്കെ, ഫോർ മെനി ഇയേഴ്സ് എഴുതിക്കോളൂ. ഇത് കാറ്റത്ത് പറന്നു പോകട്ടോ ഈ സ്പോറൊക്കെ. നമ്മുടെ വീടിന്റെ അടുത്തൊരു സ്ലൈം മോഡ് ഉണ്ടായി വെച്ചോ. കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ സ്ലൈം മോഡിന് സ്പോർ എന്ത് ചെയ്യും? ചിലപ്പം അൺഫേവറബിൾ കണ്ടീഷനിൽ ഏതെങ്കിലും സമയത്ത് അവർ സ്പോർ ഉണ്ടാക്കി വെച്ചാൽ ആ സ്പോർ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ട് വീഴുകയൊക്കെ ചെയ്യും. വേറെ സ്ഥലത്തേക്ക് പോകും. നിങ്ങൾക്ക് മനസ്സിലായടാ? അതിന്റെ ഫുൾ ഇംഗ്ലീഷ് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, സ്ലൈം മോഡ് കഴിഞ്ഞു. സ്ലൈം മോഡിനെ കുറിച്ച് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ സ്ലൈം മോഡ്സിനെ കുറിച്ച് പറയാന്? സ്ലൈം മോഡ്സിന്റെ ബോഡി പ്ലാസ്മോഡിയം, അതിൽ നിന്ന് ഉണ്ടായത് ഫ്രൂട്ടിംഗ് ബോഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പുതിയത് പറയാൻ പോവാണ്. അടുത്തത് ഞാൻ ഈ ചാപ്റ്ററിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻ ഇതുവരെ എടുത്തതിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അയക്കും. നിങ്ങൾ അത് ചെയ്യണം കേട്ടോ. ചെയ്യലുണ്ടോ? എൻട്രൻസ് ക്വസ്റ്റ്യൻ ചെയ്യലുണ്ടോ? ഹലോ, അങ്ങനെ പല ചെറുങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പഠിച്ചു പോകും. ഇത് തന്നെ ഈ എഴുതി തന്ന സാധനം തന്നെ ആയിരിക്കും കേട്ടോ. ഡോൺ വെറി ഒക്കെ തന്നെ എഴുതിക്കും. അപ്പൊ നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതിയാൽ മതി, പഠിച്ചാൽ മതി. വൃത്തിയിൽ പഠിച്ചാൽ തന്നെ നല്ല മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇനി ആരാണ് കിങ്ഡം പ്രൊഡ്യൂസിലെ ഏറ്റവും അവസാനം പറഞ്ഞ ആൾ? ആരാണ്? അഞ്ചാമത്തെ ആള്
പ്രോട്ടോസോവൻ. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ അമീബനെ അറിയില്ലേ? അമീബ, പാരമീസിയം അങ്ങനെയുള്ള അവരൊക്കെ വരുന്ന വിഭാഗമാണ് പ്രോട്ടോസോവൻ. വേണ്ട, മലേറിയ ഉണ്ടാക്കുന്ന ഒരു പാരാസൈറ്റ് ഉണ്ട്, മലേറിയൽ പാരാസൈറ്റ്. ഇതൊരു കൊതുകാണ്. ഇത് കൊതുക്. ഈ കൊതുകിന്റെ ഉള്ളിൽ ഒരു സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട് അവർക്ക്. മലേറിയ ഉണ്ടാക്കുന്ന ഒരു പാരാസൈറ്റ്, അവര് ഈ വിഭാഗത്തിൽ വരുന്നതാണ്. ഇത് കൊതുകാണ് കേട്ടോ. ഇത് കൊതുകിന്റെ ഉള്ളിൽ കണ്ട ഒരു ഉണ്ട കണ്ട, ഇതാണ് മലേറിയ ഉണ്ടാക്കുക. ഇത് നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്ട്രക്ചർ ആയിട്ട് മാറും. അത് ഈ സ്പോർ ലൈക്ക് സ്റ്റേജ്. ഇങ്ങനെ 2 സ്റ്റേജിൽ അവർ കാണും. മലേറിയ ഉണ്ടാക്കുന്ന പാരാസൈറ്റ്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ മക്കളെ? കേൾക്കുന്നുണ്ടോ? മലേറിയ കൊതുകിന്റെ വായയില് ഒരു സ്പോർ പോലെ ആയിരിക്കും ആ സാധനം. മലേറിയ ഉണ്ടാക്കുന്ന പാരാസൈറ്റ് എന്നാ പറയാ, മലേറിയൽ പാരാസൈറ്റ്. മലേറിയ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെ കയറിച്ചാല് നമ്മുടെ കൊതുക് കടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ മലേറിയന്റെ കൊതുകിന്റെ ഉള്ളിലൊക്കെ സ്പോർ ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ 2 സ്റ്റേജ് ഉണ്ട് അതിന്. സ്പോറും ഉണ്ട്, പിന്നെ വേറൊരു സ്റ്റേജും ഉണ്ട് കേട്ടോ. 2 സ്റ്റേജ് ആയിട്ടാണ് അത് കാണുക നമ്മുടെ എന്നിട്ട് അത്. അപ്പൊ അതായത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല. 2 സ്റ്റേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. 2 സ്റ്റേജ് ഉണ്ട്, ഒരു ഉണ്ട സ്റ്റേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ഉണ്ട സ്റ്റേജ് ഉണ്ട്, വേറൊരു സ്റ്റേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾക്ക് അതിനെ കുറിച്ച് പഠിക്കാനില്ല. മലേറിയൽ പാരാസൈറ്റ് അതൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പ്രോട്ടോസോൺ, അമീബ, പാരമീസിയം, അതൊക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഓട്ടോട്രോഫിക് ആണോ ഹെട്രോട്രോഫിക് ആയിരിക്കോ? പറ. ഓട്ടോട്രോഫിക് ആയിരിക്കോ ഹെട്രോട്രോഫിക് ആയിരിക്കോ? ദേ ആർ പ്രോട്ടോസോവൻസിൽ വരുന്ന അധിക ആൾക്കാരും ദേ ആർ ഹെറ്ററോട്രോഫ്സ്. ദേ ആർ ഹെറ്ററോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവൻസിൽ വരുന്ന ആളുകളൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എനിമൽസിന്റെ ക്യാരക്ടറായിട്ട് സിമിലാരിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? എനിമൽസിന്റെ ക്യാരക്ടറായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മക്കളെ? അതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് എനിമൽസിന്റെ റിലേറ്റീവ് ആണ്. പണ്ടത്തെ കുടുംബക്കാരായിരുന്നു എന്ന് പറയും. പണ്ടത്തെ കുടുംബക്കാരായിരുന്നു എന്ന് വരെ പറയും. റിലേറ്റീവ് ആണ്. അവര് സാമ്യത കാണിക്കണോണ്ടേ അവരുടെ റിലേറ്റീവ് ആണെന്ന് പറയും. നമ്മളെപ്പോഴും അങ്ങനല്ല പറയാ, നമ്മളെ ബന്ധുവാണ് അത്. അതേമാതിരി എനിമൽസിന് പറയാൻ പറ്റും ഇത് നമ്മുടെ ബന്ധുക്കാരായിരുന്നു എന്ന്. ഓക്കെ, പ്രോട്ടോസോൺ. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ഞാനൊരു പോയിന്റ് എഴുതാം. ഞാനൊരു പോയിന്റ് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ദേ ആർ ദി പ്രിമിറ്റീവ് റിലേറ്റീവ്സ്. പ്രിമിറ്റീവ് അതായത് മുൻകാലത്തെ അല്ലെ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് എനിമൽ. പണ്ടത്തെ ഒരു പ്രിമിറ്റീവ് റിലേറ്റീവ് ആണ്. എനിമൽസിന്റെ ഒരു റിലേറ്റീവ് ക്യാരക്ടർ ഒക്കെ കാണിക്കുന്നതുകൊണ്ട് ദേ ആർ ദ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് എനിമൽസ് എന്നാണ് പറയാം. പണ്ടത്തെ എനിമൽസിന്റെ മുന്നേ ഉള്ള സ്റ്റേജ് ആണ് ഇവരെന്ന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചിലവര്. ദേ ആർ ദ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് എനിമൽസ് എന്നാണ് പറയാം. ഒന്നുമില്ല, എനിമൽസിന്റെ ക്യാരക്ടർ ഒക്കെ കാണിക്കണോണ്ടേ. ഓക്കെ, എനിമൽസിന്റെ ക്യാരക്ടർ ഒക്കെ കാണിക്കണോണ്ട് ഇവര് 4 ഗ്രൂപ്പ് ഉണ്ടാ. പ്രോട്ടോസോവൻസ് 4 ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെയാണ് അമീബ, പാരമീസിയം ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ പറയാണ് ദേ ആർ 4 മേജർ ഗ്രൂപ്പ്സ്. ദേ ആർ 4 മേജർ. അവിടെ ഒരു മിനിറ്റ്. there are 4 മേജർ ഗ്രൂപ്പ് ഉണ്ട്. there are 4 മേജർ ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പിന്റെ പേര് റെഡിങ്ങിൽ എഴുതി വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. റെഡിങ്ങിൽ 4 ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് അമീബ ഉള്ള ഗ്രൂപ്പ്. അതിനെ നമ്മൾ വിളിക്കുക എന്താ അറിയോ? അമീബോയിഡ് പ്രോട്ടോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. രണ്ടാമത്തത് നമ്മൾ പറയുന്നത് ഫ്ലജല്ലയുള്ള പ്രോട്ടോസോവൻ ഉണ്ട്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അമീബോയിഡ് പ്രോട്ടോസോവൻസും ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസും. ഓക്കെ, പിന്നെ ഫ്ലജല്ല ഉള്ള ഒരു പ്രോട്ടോസോവൻ നാട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത്? കട്ടായിട്ടൊന്നും ചെല്ലോ, കേൾക്കുന്നില്ലേ? മൂന്നാമത്തത് നമ്മുടെ പാരമീസിയം വരുന്ന ആള്. പാരമീസിയം അതിനെ നമ്മൾ വിളിക്കുക സീലിയേറ്റഡ് എന്നാണ്. പാരമീസിയത്തിന് സീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാ സീലിയ? ഫോർ മോട്ടൈൽ മൂവ്മെന്റിന് വേണ്ടിട്ട്. ഫ്ലജല്ല എന്തിനു വേണ്ടിട്ടാ? ഫ്ലജല്ല മൂവ്മെന്റ്സിന് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് അതും ഉണ്ട് കേട്ടോ. സീലിയേറ്റഡ്. പിന്നെ ഞാൻ പറയില്ലേ മലേറിയ ഉണ്ടാക്കുന്ന ആള്
അവരെ നമ്മൾ ഈ ഗ്രൂപ്പിലാണ് പെടുത്തുക. സ്പോറോസോവൻസ്. എന്താ വിളിക്കുക മക്കളെ? എന്താ വിളിക്കുക? സ്പോറോസോവൻസ്. അപ്പൊ എല്ലാരും എഴുതി വെച്ചോളൂ. എല്ലാരും എഴുതി വെച്ചാണ് അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, സ്പോറോസോവൻസ്. They are heterotrophs. അവര് ഹെട്രോട്രോഫ്സ് ആണ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. എനിമൽസിന്റെ പണ്ടത്തെ ഗ്രൂപ്പ് റിലേറ്റീവ് ആണ്. എനിമൽസ് ഒക്കെ ഉണ്ടായി വന്നത് ഇവരിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഈ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് എനിമൽ എന്ന് പറഞ്ഞാൽ എനിമൽസ് ആദ്യം കാലത്ത് ഉണ്ടായിരുന്ന അവർ ഇതിൽ നിന്നാണ് ഉണ്ടായിരുന്ന പറയുന്നത്. There are 4 major groups. 4 major groups ഉണ്ട്. 4 major groups ആണ് ഇതിലുള്ളത്. 4 major groups ആണ് ഇതിലുള്ളത്. 4 major groups. 4 major groups ഉണ്ട് ഇത്രയും പേർക്ക്. 4 major groups ഉണ്ട് ഇത്രയും ഇവർക്ക്. ഓക്കെ, എല്ലാരും എഴുതിയില്ലേ? എല്ലാരും എഴുതിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് അമീബോയിഡ് പ്രോട്ടോസോവനാണ്. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണ്. അപ്പൊ ഞാൻ എല്ലാവരും ഇവിടെ ഫസ്റ്റ് ഹെഡിങ് എഴുതി അമീബോയിഡ് പ്രോട്ടോസോവൻസ്. ഈ അമീബോയിഡ് പ്രോട്ടോസോവൻ, നിങ്ങൾ അമീബനെ കണ്ടിട്ടുണ്ടോ? അമീബ എര പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ മക്കളെ? ഞാൻ കാണിച്ചെന്നുണ്ടോ എര പിടിക്കുന്നത്? ഞാൻ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക്? കാണിച്ചു തന്നിട്ടില്ല? ഇല്ലല്ലേ? അമീബ ഇര പിടിക്കുന്നത്, അമീബ എങ്ങനെ ഇര എന്ന് പറഞ്ഞാൽ പ്രേ, ഇര പിടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. അതായത് അമീബ ഇര പിടിക്കുന്നത്, അതായത് അമീബ ഓക്കെ പ്രിഡേറ്റിംഗ് നോക്കിട്ടോ. അമീബ ഇര പിടിക്കുന്നത് ശ്രദ്ധിച്ചോ. ഇതാ ഈ ചിത്രം കാണുന്നുണ്ടോ? ഞാൻ കാണിക്കുന്നത് കാണുന്നുണ്ടോ മക്കളെ? വീഡിയോസ് ഓക്കെ ഒന്ന് നോക്കണേ. അമീബ ഇര പിടിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണാൻ പോണത്. പാരമീസ്. ഇതാ അമീബയുടെ ബോഡി ഉണ്ട്, അങ്ങനെ മൂവ് ചെയ്ത് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാണ് പാരമീസ്. അതിനെ തിന്നുണ്ട് ഉള്ളിലേക്ക് എടുത്ത്. കണ്ട? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയോ? അതായത് അമീബോയിഡ് പ്രോട്ടോസോവൻസ്, അമീബ ഇരയെ പിടിക്കുന്നതാണ് കേട്ടോ. അമീബ ഇരയെ പിടിക്കുന്നതാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ അമീബ ഇര പിടിക്കുന്ന ആ സാധനത്തിന് എന്താ വിളിക്കുക മക്കളെ? അമീബ ഇര പിടിക്കുന്ന ആ സാധനത്തിന് എന്താ വിളിക്കുക? അല്ല, അങ്ങനല്ല. അമീബ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സ്ട്രക്ചർ കണ്ട? ഈ സ്ട്രക്ചറിന് എന്തോ ഒരു പേര് വിളിക്കും. എന്താ പേര് വിളിക്കുക? ഫാൾസ് ഫീറ്റ്. കേട്ടിട്ടില്ല? ഫാൾസ് ഫീറ്റ് ആരും കേട്ടിട്ടില്ല? ഫാൾസ് ഫീറ്റ് എന്ന് കേട്ടിട്ടില്ല അമീബയുടെ? അന്ന് കേട്ടോളി. സ്യൂഡോപോഡിയ അത് കേട്ടിട്ടുണ്ടോ? സ്യൂഡോപോഡിയ അമീബക്ക് ഇതേമാതിരി ഒരു ഫാൾസ് ഫീറ്റ്. അതൊരു ഇര വന്നിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുക അമീബ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നേരത്തെ കണ്ടില്ലേ ആ വീഡിയോയിൽ കണ്ടില്ലേ നിങ്ങൾ? അമീബ ഇങ്ങനെ പോയിട്ട് തിന്നുന്നത് കണ്ടില്ലേ? അമീബ പോണത് കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും ആ ചിത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ, അമീബയുടെ ആ ചിത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചു വെക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ്. അമീബയുടെ ചിത്രം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ സ്യൂഡോപോഡിയ ഉള്ള ഒരു ഇതാണ് അമീബയുടെ ചിത്രം. ഇവിടെ ഇതെന്താണ് സാധനം? ഇതെന്താ ഉദ്ദേശിച്ചത്? ഇതെന്താ ഉദ്ദേശിച്ചത്? പ്രേട്ടോ, അതായത് ഇര, പ്രേ. ഓക്കെ, ഈ സാധനത്തിന് എന്താ വിളിക്കുക? ഇതെന്താ വിളിക്കുക? ഈ സാധനം ഇതെന്താണ്? ഫാൾസ് ഫീറ്റ് അല്ലെങ്കിൽ വേറൊരു പേര് സ്യൂഡോപോഡിയ. മലയാളം മീഡിയം എത്ര പേരുണ്ട് ഇതില്? മലയാളം മീഡിയം ഉണ്ടോ? കപടബാധം എന്ന് കേട്ടിട്ടുണ്ടോ? കപടബാധം അതാണിത്. കപടബാധം എന്ന് പറയുന്ന സാധനമാണ് ഇത്. അതാണിത് കപടബാധം. അപ്പൊ നിങ്ങൾ എന്തായാലും അമീബയുടെ ഈ ചിത്രം എന്ന് വരച്ചാൽ കപടബാധം ഉപയോഗിച്ച് അമീബ ഇരയെ പിടിക്കുന്നു, ഉള്ളിലേക്ക് വിഴുങ്ങുന്നു എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ?
എഴുതിയോ? എല്ലാരും എഴുതിയടാ? യെസ്, ഡൺ. ഓക്കെ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ കടലിൽ കാണുന്ന അമീബ ഇല്ലേടാ, കടലിൽ കാണുന്ന അമീബ, കടലിലുള്ള അമീബ അറിയില്ലേ? അല്ല, കടലിൽ കാണുകയാണെങ്കിൽ കടലിൽ എന്തോ ഒന്ന് പേര് വിളിച്ചിരുന്നല്ലോ, മറൈൻ എന്ന് വിളിച്ചിരുന്ന ഓർമ്മ ഉണ്ടോ? മറൈനിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പേര് വിളിക്കും. പേരല്ല, മറൈനിൽ കാണുന്ന അമീബയില് സിലിക്കയുടെ ഡിപ്പോസിഷൻ ഉണ്ടായിരിക്കും. സിലിക്കയുടെ ഡിപ്പോസിഷൻ അത് ഒരു പോയിന്റ് ആണ് കേട്ടോ. സിലിക്ക ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ബോഡിയിൽ. ഈ ഡയാറ്റത്തിൽ മാത്രമല്ല, ചില അമീബയിലും സിലിക്ക ഉണ്ടായിരിക്കും. ഞാൻ ഇതിനെ കുറിച്ച് എഴുതാണ്. അമീബോയിഡ് പ്രോട്ടോസോവൻസിനെ കുറിച്ച് ഞാൻ ഇവിടെ എഴുതുകയാണ്. ശ്രദ്ധിച്ചോളൂ, ഞാൻ അമീബോയിഡ് പ്രോട്ടോസോവൻസിനെ കുറിച്ച് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഒന്ന്, അവർ കാണുന്നത് എവിടേക്കെന്നുള്ളതാണ് ആദ്യം ഞാൻ എഴുതാൻ പോണത്. They live in fresh water. അവരെവിടെ ജീവിക്കുക? They live in fresh water. ശുദ്ധജലത്തിൽ. They live in fresh water. മാത്രമല്ല, അവർ പിന്നെ എവിടെ കാണും? സീ വാട്ടറിലും കാണും. സീ വാട്ടർ, കടലില്. ഫ്രഷ് വാട്ടർ, സീ വാട്ടർ, അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിലില്, നനവുള്ള മണ്ണില് മോയിസ്റ്റ് സോയിലിൽ കാണും. പിന്നെ അവരെങ്ങനെ ഫുഡ് കഴിക്കണത് എങ്ങനെയാണ്? ഫുഡ് മൂവ് ചെയ്യണതൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഓക്കെ. അവര് മൂവ് ചെയ്യുന്നതും they move and capture prey by എന്ത് യൂസ് ചെയ്തിട്ടാ? ബൈ പുട്ടിങ് ഔട്ട്. എന്ത് ഉപയോഗിച്ചിട്ടെന്നാ പറയാ? ബൈ പുട്ടിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എടുത്തിട്ട്. ബൈ പുട്ടിങ് ഔട്ട് സ്യൂഡോപോഡിയ. അല്ലെങ്കിൽ വേറെ പേരെന്താണ് സ്യൂഡോപോഡിയയുടെ വേറെ പേര്? ഫാൾസ് ഫീറ്റ്. എഴുതിക്കോ, ഫാൾസ് ഫീറ്റ്. They move and capture prey by putting out pseudopodia അല്ലെങ്കിൽ ഫാൾസ് ഫീറ്റ്. ഇവരെ മറൈൻ ഫോമിന് എന്തുണ്ട്? മറൈനിൽ കാണുന്ന അവർക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞത്? സിലിക്ക. അപ്പൊ ഞാൻ അത് എഴുതാണ്. മറൈൻ ഫോം ഹാവ് സിലിക്ക ഷെല്ലുണ്ട്. കടലിൽ കാണുന്നവർക്ക് മറൈൻ ഫോം ഹാസ്, അതായത് കടലിൽ സീല് കാണും, മറൈൻ ഫോം ഹാവ് സിലിക്ക ഷെൽസ്. സിലിക്ക ഷെൽസ് കാണും. ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദെയർ സർഫേസ്. മറൈൻ ഫോം ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദെയർ സർഫേസ്. ഇവർക്ക് എക്സാമ്പിൾ ആരാന്നറിയോ? ആരായിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എൻഡമീബ എന്നാണ് പറയാം. എക്സാമ്പിൾ എൻഡമീബ ആണ്. എഴുതി വെച്ചോളൂ, എൻഡമീബ. ഇത്രയും കാര്യങ്ങളാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അമീബോയിഡ് പ്രോട്ടോസോവൻ അമീബ തന്നെയാണ്. ഓക്കെ, അമീബ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അമീബ ഉള്ള വിഭാഗമാണ്. They live in fresh water, sea water or moist soil. They move and capture prey by putting out pseudopodia. യൂസ് ചെയ്തിട്ടാണ് അവര് പ്രേനെ എടുക്കുന്നത്. ഓക്കെ, എല്ലാരും എഴുതിയാ? Yes, sir. ഇനി ഞാൻ പറയാനുള്ളത് ആരെ കുറിച്ചിട്ടാ? പറയാനുള്ളത്? പറ. ഇനി ആരെ കുറിച്ചിട്ടാ പറയാനുള്ളത്?
ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ. അപ്പൊ ഞാൻ അടുത്തത് എഴുതാൻ പോവാണ്. ഞാൻ അടുത്തത് എഴുതാൻ പറയുന്നത് രണ്ടാമത്തത്. അതിന്റെ ചിത്രങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ ആകെ ഫ്ലജല്ല ഉണ്ട് എന്ന് മാത്രമേ ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻസ്, ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്നാണ് പറയാ. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? ഇവർക്ക് ഫ്ലജല്ല ഉണ്ട്, അതന്നെ ഫ്ലജല്ല ഉള്ള ഒരു പ്രോട്ടോസോവൻ. അപ്പൊ അതിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അതിന്റെ ചിത്രം ഒന്ന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, ചിത്രത്തിന്റെ ഇത് നോക്കാം. ട്രിപ്പനോസോമ കേട്ടോ, ചിത്രത്തിൻ്റെ ട്രിപ്പനോ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഒരു ആളുടെ പേരാണ് ട്രിപ്പനോസോമ. ട്രിപ്പനോസോമ എന്ന് പറയും. ഇതാണത്. നിങ്ങൾ അത് കണ്ട് ഞെട്ടൊന്നും വേണ്ട. ഫ്ലജല്ല എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടൊക്കെയാണ് ഫ്ലജല്ലം കാണുന്നത്. ഇതാണ് ശരിക്ക് ഇത് ഈ ട്രിപ്പനോസോമ. ഇതൊരു ഇതാണ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ഇങ്ങനെയൊക്കെയാണ് അത് കാണുക. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാണ് അത് കാണുക. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ ഒരു പാരാസൈറ്റാണ്, രോഗം ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ കയറി ഈ സാധനം നമ്മുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ആകെ വീക്കാവും. എന്നിട്ട് നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. ആ രോഗത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ രോഗത്തിന് ഒരു പേര് വിളിക്കും, സ്ലീപ്പിംഗ് സിക്നസ് എന്നാണ് പറയുന്നത്. ഈ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീക്കാവും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും, നമുക്ക് ഉറക്കമൊക്കെ അനുഭവപ്പെടും. അതിനാണ് നമ്മൾ വിളിക്കുക സ്ലീപ്പിംഗ് സിക്നസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? എന്താ വിളിക്കുക? സ്ലീപ്പിംഗ് സിക്നസ്. ഈ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ആളാരാണ്? ആളുണ്ടാക്കുന്നത്? അയാളുടെ പേരാണ് ട്രിപ്പാനോസോമ. പറഞ്ഞാണി സോമ പറ. ട്രിപ്പാനോസോമ. അത് ഏതിന് എക്സാമ്പിൾ ആണ്? ട്രിപ്പനോസോമ ആർക്ക് എക്സാമ്പിൾ ആണ്? ഇത് പാരാസൈറ്റ് ആണ് കേട്ടോ. ഇതെന്താണ്? ഇത് ആരാണ്? എടാ, ട്രിപ്പനോസോമ ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേരെന്താണ്? ട്രിപ്പനോസോമ ഉണ്ടാക്കുന്ന ഡിസീസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നല്ല അർത്ഥം അല്ലേ? ഉറങ്ങുമ്പോ കണ്ണ് എങ്ങനെയാവുക? ഇങ്ങനെ കണ്ണിങ്ങനെ അടങ്ങിയ മാതിരിയല്ലേ ആവുക അല്ലേ? നിങ്ങൾ ആരോടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളല്ലേ. അപ്പൊ ഞാനിപ്പോ അടുത്ത് മാലിക് സിനിമയിൽ അഭിനയിച്ചത് തീരമേ തീരമേ എന്ന സോങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനു മുന്നേ പഴയ കാലത്ത് സോമൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, സോറി ഞാൻ അറിയാതെ പറഞ്ഞില്ല, സോമൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടനുണ്ട്. സോമൻ അറിയോ നിങ്ങൾക്ക്? സോമൻ അറിയോ? ഫിലിം ആക്ടറിനെ സോമൻ അറിയോ? സോമൻ അറിയില്ല? എടാ, നിങ്ങൾ സോമൻ അറിയില്ല? എന്തൊരു കഷ്ടാണ്. നിങ്ങൾ സോമൻ അറിയില്ല? ഇയാളറിയില്ല? അയ്യോ, നിങ്ങൾ ഇങ്ങനെ പോയ ഇന്നെ അറിയില്ല എന്ന് പറയല്ലോ സിനിമയില്. അത് ശരി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ സിനിമാ നടന്മാരൊന്നും ഓർമ്മയില്ലെങ്കിലും ഞാൻ എന്താ പറയാ. ഇയാളെ കണ്ണുണ്ടില്ലേ? ഇയാളെ കണ്ണുണ്ടില്ലേ? ഇയാളെ കണ്ണിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇയാളെ കണ്ണിന് ഇല്ലേ? ആൾക്ക് തോന്നില്ല? അത് എനിക്ക് തോന്നിയത്. അപ്പോ ഇയാൾക്ക് എന്ത് ഡിസീസ് ഉണ്ടാവും? നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി, എന്ത് ഡിസീസ് ഉണ്ടാവും? അപ്പൊ ആ പേര് നോക്കി, ട്രിപ്പനോസോമ അല്ലേ? സോമൻ. അപ്പൊ സോമനിലാണ് ഇത് ആദ്യം കണ്ടെത്തിയല്ലേ? ആണോ? സോമൻ ആണോ ആദ്യം കണ്ടെത്തിയത് ഈ രോഗം? ആണോ? ദയവ് ചെയ്ത് നിങ്ങൾ അത് എഴുതി വെക്കരുത്. സോമനിലാണ് സ്ലീപ്പിംഗ് സിക്നസ് ആദ്യം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അതിന്റെ പേര് ട്രിപ്പനോസോമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. സോമൻ ഉറക്കം തൂങ്ങുന്ന ആളാണെന്നൊക്കെ. സോമൻ നല്ലൊരു നടനാണ്. സിനിമാ ലോകത്തെ, ഞാൻ സിനിമയിലല്ലോ ഇപ്പൊ പഠിപ്പിക്കണല്ലേ, ഭയങ്കര ചരിത്രം സൃഷ്ടിച്ച ഒരാളാണ്. ഞാനും മൂപ്പരൊക്കെ ഏകദേശം ഒരുമിച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ പഠിച്ചോന്ന് അയാളെ കൊണ്ട് ഇവിടെ ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞ കാര്യം, അയാൾ എന്താണ് ഡിസീസ് എന്താണ്? എന്താ ഡിസീസിന്റെ പേരെന്താ? ഇപ്പൊ പഠിപ്പിച്ച ഡിസീസിന്റെ പേരെന്താണ്? സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ, സ്ലീപ്പിംഗ് സിക്നസ്. ആരാ ഉണ്ടാക്കുന്നത് സ്ലീപ്പിംഗ് സിക്നസ്? ആരാ? സോമ. ഇനി മറക്കൂല കേട്ടോ, ഇനി മറക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോ ഞാനിവിടെ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവനെ കുറിച്ച് പറയാണ്. ഈ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവന്
ചിലപ്പോ ആരുടെ ബോഡിയിലും കേറൂല. ചില പ്രോട്ടോസോവിന് ആരുടെ ബോഡിയിലും കേറൂല, ഒറ്റക്ക് ജീവിക്കും. അപ്പൊ നമ്മൾ അവരെ വിളിക്കും ഫ്രീ ലിവിങ്. എന്താ വിളിക്കുക? അപ്പൊ എന്താ വിളിക്കാം മക്കളെ? ഫ്രീ ലിവിങ്. അപ്പൊ ഞാനിവിടെ എഴുതാണ്, ഒന്നെങ്കിൽ അവരെന്താണ്, എന്തായിരിക്കും? പറഞ്ഞോളി, ദേ ആർ ഫ്രീ ലിവിങ് ആയിരിക്കും. ചിലപ്പോ ആരുടെ മേലെയും കാണൂല, ദേ ആർ ഫ്രീ ലിവിങ്. അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്തായിരിക്കും? മറ്റുള്ളവരുടെ ബോഡിയിൽ കാണും. എന്ന് പറഞ്ഞാൽ പാരാസൈറ്റിക്. ഒന്നെങ്കിൽ അവർ ഫ്രീ ലിവിങ് ആണ്, അല്ലെങ്കിൽ പാരാസൈറ്റിക് ആണ്. അവർക്ക് എന്തുണ്ട്? They have flagella. അവർക്ക് ഫ്ലജല്ല ഉണ്ട്. They have flagella. ഞാൻ അടുത്ത പോയിന്റ് പറയാണ്. They have flagella. ശരി, They have flagella ഉണ്ട്, സമ്മതിച്ചു. They have flagella. ഇനി ഒരു കാര്യം ഞാൻ പറയാണ്. ഒരു കാര്യം, എക്സാമ്പിൾ ആരാ? ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാണ്. ആരായിരിക്കും ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നത്? ആരായിരിക്കും? അയാളുടെ പേരെന്ന് പറഞ്ഞ ട്രിപ്പനോസോമ എന്താണ്? പാരാസൈറ്റിക് ഫംഗസ് അല്ലേ? സോറി, ഫംഗസ് എന്നാണ് എന്റെ തൊള്ളയിൽ വരുന്നത്. പാരാസൈറ്റിക് പ്രോട്ടോസോവൻ അല്ലേ? ഇറ്റ് ഈസ് എ പാരാസൈറ്റിക് ഫോം അല്ലേ? ഇറ്റ് ഈസ് എ പാരാസൈറ്റിക് ഫോം. ഇതൊരു പാരാസൈറ്റിക് ഫോം ആണ്, പാരാസൈറ്റിക് ആണ്. ഇത് എന്തുണ്ടാക്കും? വിച്ച് കോസ് a disease called റെഡിങ്ങിൽ എഴുതി വെക്കണേ, called sleeping sickness. is called sleeping. ശരിക്കും എന്താ സ്ലീപ്പിംഗ് സിക്നസ്? എന്താണ് സ്ലീപ്പിംഗ് സിക്നസ് എന്നാല്? എന്താ ശരിക്ക്? സോമനൊക്കെ അടക്കട്ടെ. എന്താ ശരിക്കും സ്ലീപ്പിംഗ് സിക്നസ് എന്ന്? എന്താ ശരിക്ക്? ക്ഷീണം അനുഭവം കേട്ടാ. നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കായിട്ട് മാറുക. അതന്നെ. ഇത് എഴുതിയെടുത്തോളൂ, എല്ലാവരും എഴുതിയെടുത്തോളൂ. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവന്. ഓക്കെ, എഴുതിയവരുണ്ട്. നന്നായി പഠിക്കണേ, പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, എല്ലാരും എഴുതിയില്ലേ മക്കളെ? ഓക്കെ, എന്നാൽ അടുത്ത ആളാരെ കുറിച്ചിട്ട് പഠിക്കേണ്ടത്? അടുത്ത ആളാരാണ് മക്കളെ? അടുത്ത ആളാരാണ്? ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ അല്ലാത്ത അടുത്ത ആളാരാണ്? പറ, അടുത്ത ആളാരാണ്? യെസ്, അടുത്ത ആള് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. എന്നാണ് നമ്മൾ പറയുന്നത്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്നാണ് ഞാൻ പറയുന്നത്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. ഓക്കെ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. നിങ്ങൾ പാരമീസ്യത്തിനെ കണ്ടിട്ടില്ലേ? പാരമീസ്യം ഞാൻ കാണിച്ചു തരാം. പാരമീസ്യത്തിലെ നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, പാരമീസ്യത്തിൽ നോക്കും. ഇതാണ് ശരിക്കും പാരമീസ്യം. ശരിക്കും അതിന് വ്യൂ ഇങ്ങനെയാണ്. ഇറ്റ്സ് എ പാരമീസ്യം. ഒരു ചപ്പൽ ആകൃതിയിലുള്ളതാണ് അല്ലെ? ശരിക്ക് കണ്ട ഇത് കണ്ടില്ലേ നിങ്ങള്? ഈ സൈഡിൽ കണ്ട നിങ്ങള് കുറെ നൂല് പോലത്തെ സാധനം കണ്ടില്ലേ? അതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സീലിയ. ബാക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, ബാക്കിയൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? എന്താ വിളിക്ക? ഒരു സീലിയാണ് കാണുന്നത്? രണ്ടോ മൂന്നോ? എത്ര കാണുന്നത്? തൗസൻഡ്സ് ഓഫ് സീലിയ. ആയിരക്കണക്കിന് സീലിയ ഉണ്ട്. ഇവരെവിടെ ജീവിക്കാന്ന് അറിയോ? വെള്ളത്തിലാണ്. അപ്പൊ ഇവർ വെള്ളത്തിൽ ജീവിക്കുമ്പോൾ ഇവർക്ക് മൂവ് ചെയ്യണം. വെള്ളത്തിൽ ജീവിക്കുന്ന ഇവർക്ക് എന്ത് ചെയ്യണം? മൂവ് ചെയ്യാൻ പറ്റണം, മൂവ് ചെയ്യണം. അപ്പൊ ഇവര് മൂവ് ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്ത് യൂസ് ചെയ്യണം? സീലിയ. ഇവര് വെള്ളത്തിൽ ഈ സീലിയ അടിക്കുമ്പോ വെള്ളം ഇവിടെ ഒരു ക്യാവിറ്റി കണ്ട നിങ്ങള്? ഒരു ക്യാവിറ്റി കണ്ട നിങ്ങൾ? ഒരു ക്യാവിറ്റി. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗള്ളറ്റ്. എന്താ വിളിക്കുക? നമുക്ക് തൊള്ളയില്ലേ, വായല്ലേ? നമുക്ക് വായല്ലേ? അതേപോലെ ഇവർക്ക് എന്തുണ്ട്? ഒരു ക്യാവിറ്റി ഉണ്ട്. അതിനെന്താ വിളിക്കുക? ഗള്ളറ്റ്. അപ്പൊ ഇവര് വെള്ളത്തിൽ നിൽക്കണോണ്ട് തന്നെ വെള്ളം ഇതിന്റെ ഉള്ളിൽ കൂടെ കയറും. ഈ ഗള്ളറ്റിന്റെ ഉള്ളിൽ കൂടെ ഈ വെള്ളത്തിന്റെ കൂടെ എന്തും കയറും?
എന്തും കയറും. വെള്ളത്തിന്റെ ഉള്ളിൽ കയറുമ്പോ എന്തും കയറും, അതിന്റെ കൂടെ ഫുഡും. മനസ്സിലായോ? ഫുഡും കയറും. അപ്പൊ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇരച്ച് കയറും ഗള്ളറ്റിന്റെ ഉള്ളിലേക്ക്. കാരണം ഇവിടെ സീലിയ ഉണ്ട്. സീലിയ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണിത്. സീലിയ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസം ആണ് ഇത് പാരമീസിയം, ബിക്കോസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സീലിയ. അപ്പൊ ഞാൻ അതിന്റെ ചിത്രം വരക്കാം. ചിത്രം വരക്കാം, ശ്രദ്ധിച്ചോളൂ. ഞാൻ വരക്കാം. സീലിയേറ്റഡ് പ്രോട്ടോസോവന്റെ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സീലിയേറ്റഡ് പ്രോട്ടോസോവന്റെ നോക്കണേ, ഞാൻ പാരമീസിയാണ് വരയ്ക്കുന്നത്. ഓക്കെ, പാരമീസി. ഇതെന്താണ്? ഈ സാധനം എന്താണ്? ഇത് ഉള്ളിലേക്ക് പോയത് എന്താണ് മക്കളെ? ഗള്ളറ്റ്. ഓക്കെ. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ ചിത്രം. ഇത് ഗള്ളറ്റ്. ഓക്കെ, ഗള്ളറ്റ്. ഇവിടെ ഉള്ളത് എന്താണ്? ഇതെന്താണ്? ഇത് സീലിയ. ഈ സീലിയ ഉള്ളത് കൊണ്ട് ഇവര് നല്ല മൂവ് ചെയ്യോ, കുറച്ച് മൂവ് ചെയ്യോ? നന്നായിട്ട് ആക്റ്റീവ്ലി മൂവിങ് ആണ് സീലിയ. ഇനി ഈ ഗള്ളറ്റിന്റെ ഉള്ളിലേക്ക് എന്താ വരിക? എന്ത്? വാട്ടറിന്റെ കൂടെ ആരും വരും? അലോങ് വിത്ത് ഫുഡ്. അപ്പൊ ഞാനിവിടെ ഫുഡ് കാണിക്കുന്നുണ്ട്. ഇനി അതൊന്നും കണ്ടിട്ട് ഞെട്ടാൻ നിൽക്കണ്ട. ഇതൊക്കെ എന്താന്നുള്ളത്. ഇത് വാട്ടർ ആണ്. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? ഇത് ഞാൻ ചിത്രം കാണിച്ചു തുടങ്ങും. ബേജാറാവണ്ട. വാട്ടർ ഇതിന്റെ ഉള്ളിലേക്ക് കയറും, ഗള്ളറ്റിന്റെ ഉള്ളിലേക്ക് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് വേണമല്ലോ ഒരു ചിത്രം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചിത്രം വരച്ചത്. എല്ലാവരും എഴുതിക്കോളൂ. ഈ ചിത്രം വരച്ചിട്ട് ബാക്കി ഇതിനെ കുറിച്ച് പറയാം. യെസ്, ഞാൻ ഇതിനെ കുറിച്ച് പറയാം. നോക്കാം. സീലിയേറ്റഡ് പ്രോട്ടോസ് അവര് എവിടെയാണ് അവർ കാണുക? വെള്ളത്തിലോ അതോ എയറിലോ ആണ് അവർ കാണുക? എവിടെ കാണുക മക്കളെ? എവിടെ കാണുക? ഓക്കെ. അപ്പൊ ദേ ആർ അക്കോട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നാണ് അർത്ഥം. ദേ ആർ അക്കോട്ടിക്. മാത്രമല്ല ഇവര് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ആളല്ലേ? ദേ ആർ അക്കോട്ടിക് ആണ്. മാത്രമല്ല ഇവരെന്താണ്? ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസം. നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസംസ് എന്ത് യൂസ് ചെയ്തിട്ട്? പറഞ്ഞോളൂ. യൂസിങ് thousands of cilia. അവർക്ക് എന്തുണ്ട്? ക്യാവിറ്റി ഇല്ലേ? they have a cavity called എന്താ വിളിക്കുക? they have a cavity called gullet. They have a cavity called gullet. Okay, gullet എന്നുള്ള റെഡിങ്ങിൽ എഴുതണേ. ഗള്ളറ്റ്. ഇനി എന്താ ഞാൻ അടുത്ത പോയിന്റ് എന്തായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്? പറ. അടുത്ത എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുതാൻ? വാട്ടറും. യെസ്. വാട്ടർ along with the food reaches to enter to gullet അല്ലെ? വാട്ടർ along with the food will enter to എവിടേക്ക്? ഇതിന് എക്സാമ്പിൾ ആരാണ്? ആരാടാ? പാരാമീസിയം. അപ്പൊ എല്ലാരും എഴുതിച്ചോളൂ. പാരാമീസിയം എല്ലാരും എഴുതി വെക്കാം. നന്നായി പഠിക്കണം കേട്ടോ മക്കളെ. നന്നായിട്ട് പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്.
എല്ലാവരും എഴുതി കഴിഞ്ഞാൽ എന്നോട് അറിയിക്കാം. സീലിയേറ്റഡ് പ്രോട്ടോസോൾ. നമുക്ക് ഒരാളെ കുറിച്ചേ പഠിക്കാനുള്ളൂ, പക്ഷെ അതിനകത്ത് പഠിക്കാനില്ല അയാളെ കുറിച്ചിട്ട്. അതാണ് അതിന്റെ സത്യം. ഇനി ലാസ്റ്റ് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ പ്രോട്ടോസോവൻസിലെ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഏതാ ലാസ്റ്റത്തെ ആളാരാണ് മക്കളെ? ഏറ്റവും ലാസ്റ്റത്തെ ആളാരാണ്? ആരാണ്? സ്പോറോസോവൻസ്. നിങ്ങളോട് പറയിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? നിങ്ങൾ എല്ലാവരും കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിനാ? നിങ്ങൾ അത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ലൈഫ് ഒന്നും തൊള്ള അനക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് അറിയോ വരിക? അതാണ് ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പറയുമ്പോൾ ആരും തിരിച്ചൊന്നും പറയൊന്നുമില്ല. നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾ പറഞ്ഞു പഠിച്ചാൽ മാത്രമേ പഠിക്കുള്ളൂ. ബോട്ടണി ഒക്കെ അല്ലെങ്കിൽ ഒന്നും പഠിക്കില്ല നിങ്ങൾ. ഞാനാ പറഞ്ഞത് നിങ്ങൾ ബോട്ടണി പറഞ്ഞു പഠിക്കണം. ഇത് എന്താ വിളിക്കുക ലാസ്റ്റത്തെ വണ്ണ്? അപ്പൊ സ്പോറോസോവൻസ് ഒന്നുമില്ല കേട്ടോ. സ്പോറോസോവൻസിനെ കുറിച്ച് ഒന്നും പഠിക്കാനില്ല. അവർക്ക് എന്ത് സ്റ്റേജ് ഉണ്ടെന്നാ പറഞ്ഞത്? ഏത് സ്റ്റേജ് ഉണ്ടെന്നാ പറഞ്ഞത്? ഒരു സ്പോർ ലൈക്ക് സ്റ്റേജ്. അതന്നെ അവരുടെ ലൈഫ് സൈക്കിൾ. ഒരു സ്പോർ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു സ്റ്റേജ് കാണും. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നുമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുള്ളൂ. അതാണ് ആ സ്പോറാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ട് ചെയ്യുക. മനസ്സിലായോ? മോസ്കിറ്റോ ഇൻഫെക്ട് ചെയ്യുന്നത് ആ സ്പോർ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാണ്, ദേ ഹാവ് അവർക്ക് എന്തുണ്ട്? an infectious spore like stages. Spore like stage in their life cycle. അവരുടെ ലൈഫ് സൈക്കിളിൽ അങ്ങനെ കാണുന്നുണ്ട്. in their life cycle they have an infectious spore like stage in their life cycle. മനസ്സിലായോ? in their life cycle. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതിന് എക്സാമ്പിൾ ആരാണ് എക്സാമ്പിള്? പറ. ഇത് എഴുതിയത് മനസ്സിലായോ? മക്കളെ? they have an infectious spore like stage എന്ന് പറഞ്ഞാൽ ഇൻഫെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോർ ഉണ്ട് അവർക്ക്. അത് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അത് ക്ലിയർ അല്ലേ? ഇത് എക്സാമ്പിൾ ആരാ? മോസ്കിറ്റോ അല്ല. മോസ്കിറ്റോ ആണ് എക്സാമ്പിൾ. മോസ്കിറ്റിന്റെ ഉള്ളിൽ കാണുന്നതാണ്. മോസ്കിറ്റിന്റെ ഉള്ളിൽ കാണുന്ന ചെറിയൊരു ജീവിയാണത് സ്പോറ്. മോസ്കിറ്റോ അല്ല ഇത് ഉണ്ടാക്കുന്നത്. അത് തെറ്റിദ്ധരിക്കരുത്. ഇത് മോസ്കിറ്റോ അല്ല ഉണ്ടാക്കുന്നത്. മോസ്കിറ്റോന്റെ തൊള്ളയിൽ ഇത് കാണുന്നുണ്ട് എന്നേ പറയുന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? മനസ്സിലായോ? മോസ്കിറ്റോ അതിനെ ക്യാരി ചെയ്യുന്നു എന്നേ പറയുള്ളൂ. മോസ്കിറ്റോ അതിനെ ക്യാരിങ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ മോസ്കിറ്റോ അല്ല അത് ഉണ്ടാക്കുന്നത്. അതിന്റെ പേരെന്താണെന്നറിയോ? ആ മലേറിയൽ പാരാസൈറ്റിന്റെ പേര് ഞെട്ടിപ്പോവും നിങ്ങൾ. പേരെന്താണ്? പ്ലാസ്മോഡിയം. അല്ല, നിങ്ങൾ നേരെ വേറെ എവിടോ ഇത് കേട്ടിട്ടുണ്ടല്ലോ പ്ലാസ്മോഡിയം എന്നുള്ളത്. അതെന്തേനി? സ്ലൈമോഡ്സിന്റെ ബോഡിക്കാണ് എന്ത് വിളിക്കുക? പ്ലാസ്മോഡിയം. ഇവിടെ ആ പാരാസൈറ്റിന്റെ പേരെന്നെ എന്താണ്? പ്ലാസ്മോഡിയം. ഈ പ്ലാസ്മോഡിയം ആ പ്ലാസ്മോഡിയം തമ്മിൽ വ്യത്യാസം ഉണ്ട്. ഇത് പേരാണ്, മറ്റേത് ബോഡിയാണ്. മലേറിയൽ പാരാസൈറ്റ്. മലേറിയൽ പാരാസൈറ്റ് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ. മലേറിയൽ പാരാസൈറ്റ്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? മലേറിയൽ പാരാസൈറ്റ് പ്രശ്നം തീർന്നില്ലേ? ഓക്കെ, അതോട് കൂടിയിട്ട് മക്കളെ, നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റ തീരാണ്. അതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റ തീരാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയാനുള്ളത്? കിങ്ഡം ഫംഗൈ. ഓക്കെ,
കിങ്ഡം ഫഞ്ചൈ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും ആ പേര് നല്ല വൃത്തിയിൽ എഴുതി വെച്ചാണ്. കിങ്ഡം ഫഞ്ചൈ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കിങ്ഡം ഫഞ്ചൈ. നമ്മൾ ഫഞ്ചൈയിലേക്ക് പോവാണ്. കിങ്ഡം ഫഞ്ചൈ. ഓക്കെ, കിങ്ഡം ഫഞ്ചൈ. ഓക്കെ, എല്ലാവരും എഴുതി വെച്ചാണ് കിങ്ഡം ഫഞ്ചൈ. ഇതുവരെ എടുത്തത് 2 മിനിറ്റ് വായിച്ചാണ്. ഇതുവരെ എടുത്തത് 1 മിനിറ്റ് ഒന്ന് മറച്ചു വെക്കാൻ മതി. നിങ്ങൾ വായിച്ചോ മക്കളെ, വായിച്ചോ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? സംശയമില്ല. ഓക്കെ, ഇനി നമ്മൾ ഫംഗസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഫംഗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഫംഗസ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരാളാണ് ഫംഗസ്. ഫംഗസിനെ എല്ലായിടത്തും കാണാൻ പറ്റും. അല്ല, നിങ്ങൾ ഫംഗസിനെ കണ്ടിക്കണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫംഗസിനെ മക്കളെ? കണ്ടിട്ടുണ്ടോ ഫംഗസ്? നിങ്ങൾ ബ്രെഡ് പൂത്തപ്പോ ബ്രെഡിന്റെ മേലെ കണ്ടിട്ടുള്ള സാധനം കണ്ടിട്ടുണ്ടോ? ബ്രെഡ് പൂത്ത സമയത്ത് ഇതൊരു ഫംഗസ് ആണ്. ഇതൊരു ഫംഗസ്. ഞാൻ പറയാൻ പോണ ശ്രദ്ധിക്കണേ. ബ്രെഡ് ശ്രദ്ധിക്കും. ബ്രെഡ് മോൾഡ് ഇതാ, ഇതൊരു ഫംഗസ് ആണ്. കാണുന്നില്ലേ? ഈ ബ്രെഡ് നിങ്ങൾ തിന്നുവോ? ബ്രെഡ് പറയാൻ പറ്റൂല. ജാമ് കിട്ടിയ അതും നിങ്ങൾ തിന്നും. അതാണ് വേറെ കാര്യം. അപ്പൊ ഒരു കാര്യം, അപ്പൊ ഇത് തിന്നരുത്. കാരണം ഇത് ഫംഗസ് ആണ്, പൂപ്പാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് ഇതാണ് പൂപ്പൽ വിഭാഗം എന്നാണ് ശരിക്കും പറയാം. പക്ഷെ വേറൊരു ഫംഗസ് ഉണ്ട്. വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഇതാ ഞാൻ കാണിക്കാൻ പോണത്. നോക്കട്ടോ, ഞാൻ കാണിക്കാൻ പോണത് ഇതാ. ഈ ഫംഗസ് ഇതും ഫംഗസ് വിഭാഗമാണ്. ഇത് കണ്ട ഫംഗസ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഫംഗസിനെ എവിടെയെങ്കിലും? കൂൺ വിഭാഗം എന്ത് രസാണല്ലേ ഫംഗസിനെ കാണാൻ. എന്ത് മൊഞ്ചാണ് ഫംഗസിനെ കാണാൻ. എന്ത് ഇഷ്ടമാണ് അറിയും എനിക്ക് ഫംഗസിനെ. ഇതൊക്കെ ഫംഗസാണ്. ഇതൊക്കെ ഫംഗസാണ്. ഫംഗസിന്റെ പല ഗ്രൂപ്പുകളാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന ഫംഗസ് ഇല്ലടാ, ഫംഗസിനെ ഇപ്പൊ ഞാൻ ഈ ഫംഗസിനെ കാണിച്ചു തന്നില്ല. ഇതൊരു ഫംഗസ് ആണ്. മറ്റത് വേറൊരു ഫംഗസ് ആണ്. ഈ ഫംഗസിന്റെ മേലേക്ക് കാണുന്ന ഈ സ്ട്രക്ചർ ഇല്ലേ, ഈ സ്ട്രക്ചർ മേലേക്ക് കാണുന്ന ഈ സ്ട്രക്ചർ, ഇത് പോയി തൊട്ട് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? തൊട്ട് നോക്കിയിട്ടില്ലല്ലോ. ആ, തൊട്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുറെ ഉണ്ടകൾ ഉണ്ടാവും. ഉണ്ടകൾ, സ്പോർ, ഒരു പൊടി കണ്ടിട്ടുണ്ടോ? പൊടി കണ്ടിട്ടുണ്ട്. ആ പൊടി. അപ്പൊ ഇത് എന്തായിരിക്കും? സ്പോർ ഉണ്ടാക്കുന്നോണ്ട് ഈ ഒരു സ്ട്രക്ചറിനെ എന്തായിരിക്കും വിളിക്കുക? നമ്മള് സ്ട്രക്ചറിനെ എന്തായിരിക്കും വിളിക്കുക? അല്ല, അങ്ങനല്ല. സ്പോർ ഉണ്ടാക്കുന്നോണ്ട് ഈ സ്ട്രക്ചറിനെ വിളിക്കണം. സ്ലൈമോഡിൽ സ്പോർ ഉണ്ടാക്കുന്ന സ്ട്രക്ചറിനെ എന്താ വിളിച്ചിരുന്നത്? അതന്നെ. യെസ്. അപ്പൊ നമ്മൾ ഫംഗസിനെ കാണുമ്പോഴേ ഇത് ഫ്രൂട്ടിംഗ് ബോഡിയാണ്. കാരണം സ്പോർ കിട്ടുന്ന സാധനമൊക്കെ എന്താണ്? മക്കളെ? ഫ്രൂട്ടിംഗ് ബോഡി. അപ്പൊ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാം. നിങ്ങള് കൂണ് തിന്നിക്കണോ? കൂണ് കണ്ടിട്ടുണ്ടോ? കൂണ് ഇതും ഒരു ഫംഗസ് ആണ്. പണ്ട് ഞാനും സീമയും പിന്നെ അതുപോലെ തന്നെ പ്രേം നസീറും ഞങ്ങൾ കൊടൈക്കനാലിൽ പോയിരുന്നു സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ കൊടൈക്കനാലിൽ ഞങ്ങളെ സായാഹ്ന സന്ധ്യകളിൽ ഞങ്ങൾ ഇടക്ക് മയങ്ങല്ല, ഞങ്ങൾ ഇടക്ക് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ചായക്ക് ഇത് പൊരിച്ചിട്ട് ഇത് കൂട്ടാറുണ്ട്. ആഹാ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല? ഇത് ഇല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? ഇത് തിന്നാൻ പറ്റുന്നു, മനസ്സിലായോ? നിങ്ങൾ കഴിക്കലുണ്ട്? അത് ശരി. ഇത് ഭയങ്കര കോസ്റ്റ് ആണ്. ഫംഗസ് നല്ല പൈസ ആണ് കേട്ടോ, അതും കൂടി പറയാം കേട്ടോ.
കൂണ് എല്ലാ കൂണും തിന്നരുത് കേട്ടോ പോയിട്ട്. ചില കൂണുകൾ വിഷമാണ്, എല്ലാത്തിനും പോയി തൊടാൻ നിൽക്കണ്ട. കാണാൻ നല്ല രസം ഉണ്ടാവും, കാണാൻ നല്ല ചൊറുക്കാണ് ഇതൊക്കെ. നല്ല ചൊറുക്കുള്ള വേറൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു സാധനം, വേറൊരു ഫംഗസ് കാണിച്ചു തരാം. ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങള് കാണുന്നുണ്ടോ? ഇത് കണ്ട എന്തൊരു ചൊറുക്കാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന്. കണ്ട പുകയും ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാണ്ടല്ലോ മനുഷ്യന് അത് പോയിസണസ് ആണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അറിയോ? ഓക്കെ. ആ അപ്പോ പല ടൈപ്പ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് കാണണോ? വേറെ ഉണ്ട്. ഇനി നിങ്ങള് ശരിക്ക് കാണുന്ന വേറൊരു ഫംഗസ് ഉണ്ട്, നിങ്ങൾ കാണണ ഇതാ. നിങ്ങളൊക്കെ തിന്നണ സമയത്ത് ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? മാങ്ങയുടെ മേലെ കണ്ടിട്ടുണ്ട്. എന്നാലും നിങ്ങൾ തിന്നു. അത് നോക്കിയാൽ അതെന്താ പ്രശ്നം? അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അല്ലെ? അതൊന്നും ഒരു പ്രശ്നം കാര്യമല്ല. അതൊന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ നമ്മളൊക്കെ തിന്നാറുണ്ട്, പ്രശ്നമില്ല. പക്ഷെ നമ്മള് ഇലയുടെ മേലെ കണ്ടില്ലേ നിങ്ങള്? ഇലയുടെ മേലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഓരോരോ സ്പോട്ട് കണ്ടില്ലേ? അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫംഗസിനെ കുറിച്ച് ഇപ്പൊ എന്താ മനസ്സിലായത്? ഫംഗസിനെ കുറിച്ച് എല്ലായിടത്തും ഉണ്ടെന്ന് മാത്രമല്ല, വേറെയും ഉണ്ട്. പല ഷേപ്പിലും പല ഇതിലും കാണാറില്ലേ? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? പല ഷേപ്പിലും പല രൂപത്തിലും കാണുന്നു അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? അപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാനൊരു ഫംഗസിന്റെ ബോഡി നോക്കുകയാണ്. ഞാൻ ഫംഗസിന്റെ ബോഡി ഇപ്പൊ ഞാൻ കൂണില്ലേ, കൂണ് ഇതാണ് നമ്മുടെ കൂണ്, മഷ്റൂം. ഇത് മുറിച്ചു നോക്കി ഞാൻ നോക്കാം. ഇതാണ് ആ ക്രൂൺ. എന്താണ് മക്കളെ? എന്താണ് ആ സാധനം? എന്താണ്? മഷ്റൂമിന്റെ എന്താണ് ഇത്? ഈ സാധനം എന്താണ് ഇത്? ഇതെന്താണ്? ഫ്രൂട്ടിംഗ് ബോഡി. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഈ ഫ്രൂട്ടിംഗ് ബോഡിന്റെ ഉള്ളിൽ ഇങ്ങനെ നാര് പോലത്തെ സാധനം കണ്ടില്ലേ? നാര് പോലത്തെ ഇവിടൊക്കെ കണ്ടില്ലേ? നാര് പോലത്തെ സാധനം കണ്ടോ? ഓക്കെ. അപ്പൊ ഫംഗസിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഓരോ ഫംഗസിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതേപോലെ എന്തുണ്ട് പറ? നാര്. അതിന്റെ ഒരു കൂട്ടം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈസീലിയം. എന്താ വിളിക്കുക? മൈസീലിയം. നെറ്റ്വർക്ക്. അതായത് ഓരോ ചെറിയ ചെറിയ കമ്പിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? ചെറിയ കമ്പ്, അതിലെ ഓരോന്നിനും വിളിക്കുന്ന പേരെന്താ? എന്താ വിളിക്കുക? ഹൈഫൈ അല്ല, അയ്യോ ഹൈഫേ. എന്താ പറയാ? ഹൈഫേ. അപ്പൊ ഫംഗസിന്റെ ബോഡി നെറ്റ്വർക്കിന് എന്താ വിളിക്കുക? അതിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിന് എന്താ വിളിക്കുക? കണ്ട എല്ലാവർക്കും കണ്ടില്ല നിങ്ങള് ഫംഗസിന്റെ? അപ്പൊ ഇതൊരു ഫംഗസ് ആണ്. കണ്ട ഫംഗസിനെ മുറിച്ചു. ഇത് നീ കാണാതിരിക്കരുത്, ഇവിടെ ശ്രദ്ധിക്കണേ. നോക്കൂ, ഈ ചിത്രം കാണുന്നില്ലേ നിങ്ങള്? എല്ലാരും ഈ ചിത്രം കാണുന്നില്ലേ? കണ്ട ഈ ചിത്രം എല്ലാം പറയുന്നുണ്ട് അല്ലെ? എല്ലാം പറഞ്ഞില്ലേ ചിത്രത്തില്? എന്തൊക്കെ പറഞ്ഞത്? ഈ ചിത്രത്തിൽ എന്താ പറഞ്ഞത്? ഫംഗസിന്റെ ഇൻഡിവിജ്വൽ നെറ്റ്വർക്കിന് എന്താ വിളിക്കുക? മൊത്തം നെറ്റ്വർക്കിന് എന്താ വിളിക്കുക? ഇൻഡിവിജ്വൽ യൂണിറ്റിന് എന്താ വിളിക്കുക? അല്ല, ഫംഗസിന്റെ മൈസീലിയത്തിൽ നിന്നൊക്കെയാണ് എന്തുണ്ടായത്? നേരത്തെ നമ്മൾ സ്ലൈമോഡ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്ലൈമോഡ് എവിടുന്നാ ഉണ്ടായത്? ഫ്രൂട്ടിംഗ് ബോഡി സ്ലൈമോഡിന്റെ എവിടുന്നുണ്ടായത്? അതേപോലെ ഇത് മൈസീലിയത്തിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ മൈസീലിയത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ വിളിക്കണ പേരെന്താണ്? ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ, എന്നിട്ട് നിങ്ങൾ വീടിന്റെ അലമാറയില്ലേ, ഗ്ലാസ്, അതിന് ഈ ഫോട്ടോ എന്ത് ചെയ്യാം? ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് ഇപ്പുറത്ത് എന്റെ പേര് എഴുതിക്കുക, ഹിഷു ഫഞ്ചൈ കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നോക്കുമ്പോ സാറേ എന്താണ് ഈ മൈസീലിയം സാറേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും. കുറെ കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ചോദിക്കും, സാറേ മൈസീലിയം എന്താണ്? എന്താ മൈസീലിയം? എന്താ മൈസീലിയം? നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ എന്ന് പറഞ്ഞൂടെ? അപ്പൊ എനിക്ക് ഇത്രയൊക്കെ ഫംഗസിനെ കുറിച്ച് പറയാനുള്ളൂ. ഫംഗസ് എല്ലായിടത്തും കാണുന്ന ഒരു ചങ്ങായിയാണ് അല്ലെ? ഫംഗസ് എല്ലായിടത്തും കാണുന്നതിനെ നമ്മൾ ഒരു പേര് വിളിക്കാറുണ്ട്. എല്ലായിടത്തും കാണുന്നതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എവരിവെയർ. ഫംഗസ് എല്ലായിടത്തും കാണും. അങ്ങനെ നമ്മൾ പറയാം, ഫംഗസ് എല്ലായിടത്തും കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാനും ഇങ്ങനെ പറയണ്ടേ, ഫഞ്ചൈ എല്ലായിടത്തും കാണും. ഫഞ്ചൈ ആർ എല്ലായിടത്തും കാണും. ഫഞ്ചൈ ആർ. കോസ്മോപൊളിറ്റൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കോസ്മോപൊളിറ്റൻ
പൊളിറ്റിക്സ് പൊളിറ്റീഷ്യൻസ്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സുകാരെ എല്ലായിടത്തും കാണൂല്ലേ നിങ്ങള് വീട്ടിലും മരിച്ചോടത്തും അമ്മായിമ്മ സൽക്കാരുണ്ടെങ്കിൽ ഒരു കുട്ടി പറ്റാൻ പോലും പൊളിറ്റീഷ്യന്മാർ അവിടെ കാണും അപ്പൊ എല്ലായിടത്തും കാണുന്നുള്ളതിനുള്ള ഒരു ചെറിയൊരു ടേം കിട്ടില്ല നിങ്ങൾക്ക് എന്താ പറഞ്ഞാണി എന്ന് പറഞ്ഞാൽ ഒക്കർ എവരിവേർ അല്ലെ എല്ലായിടത്തും കാണും ഒക്കർ എവരിവേർ ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് വളരാനുള്ള കണ്ടീഷൻ നിങ്ങൾ ഈ ഫംഗസ് എവിടെ വളരുന്നത് അല്ല ഫംഗസ് നിങ്ങളുടെ ശരീരത്തിലും കാണും അതായത് വട്ടച്ചൊറി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ യെസ് അതാ അത്ഭുതപ്പെടുന്നു വേണ്ട നിങ്ങൾക്കൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഉണ്ടായാൽ അത് പോട്ടെ വട്ടച്ചൊറി എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ് മനസ്സിലായോ ഫംഗസ് അതുകൊണ്ട് നമ്മൾ ക്രീം തേച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ചിലവരുടെ സ്കിന്നിൽ പോകൂല കണ്ടിട്ടുണ്ടോ വട്ടച്ചൊറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രീം തേച്ച് കഴിഞ്ഞാൽ അവിടെ പാട് കിടക്കും കാരണം എന്തായിരിക്കും ആരെങ്കിലും പറയാൻ പറ്റുമോ വൃത്തിയില്ലാത്തതുകൊണ്ടാണ് അത് ഉണ്ടായിട്ട് അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് മേടിക്കുമ്പോൾ ക്രീം പുരട്ടി കഴിഞ്ഞാൽ മേലത്തെ ഭാഗം അവിടെ നിന്ന് പോകും പിന്നെ അവിടെ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങും അതിന്റെ റീസൺ എന്തായിരിക്കും സത്യം ഉണ്ടാവില്ല എന്തൊക്കെ ആൻസർ ആണ് എന്റെ പഠിച്ചോനെ ഞാൻ പറയട്ടെ ഫംഗസിന്റെ മൈസീലിയം ഉണ്ടല്ലോ മൈസീലിയം ഹലോ ആ മൈസീലിയം നമ്മുടെ ബോഡിക്ക് ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടാവും മനസ്സിലായോ മൈസീലിയം ആ ബോഡിക്ക് ഉള്ളിൽ കേറിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ നമ്മൾ തേച്ചു കൊടുക്കുന്നത് എന്താ മേലുള്ളത് പോവാനാണ് മൈസീലിയം എവിടെ ഉണ്ടാവും നമ്മുടെ ബോഡിന്റെ ഉള്ളില് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ അത് പോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ അപ്പൊ മൈസീലിയത്തിന് പോക്ക് ചെയ്യാൻ ഈ മരുന്ന് തേച്ചാൽ മാത്രം പോരാ ടാബ്ലറ്റ് കഴിക്കണം മനസ്സിലായോ ഉള്ളിലേക്കും ടാബ്ലറ്റ് എടുക്കണം എന്നാലേ അത് പോവുള്ളൂ കേട്ടാ പോവായി ഒന്നും ഉണ്ടാവില്ല വരാതിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും കേട്ടാ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞാൽ അത് മാറുള്ളൂ പിന്നെ ഞാൻ പറയട്ടെ നല്ല വൃത്തി വേണം കേട്ടോ നല്ല വൃത്തി വേണം എന്ന് പറഞ്ഞാല് വൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വൃത്തി ഉണ്ടാവും പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയോ നമ്മൾ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇടൂലേ ഇത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ നിങ്ങളെ പോലെ അങ്ങനെ ഇടാറുണ്ടാവും ചിലപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോ അത് കുറച്ച് നനവുണ്ട് ആ കുറച്ച് നനവ് മതി ഫംഗസ് വളരാൻ മനസ്സിലായോ അതായത് കുറച്ച് നനവും കുറച്ച് ചൂടും അത് ഉണ്ടായാൽ തന്നെ ഫംഗസ് വളരും അറിയോ ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അപ്പൊ എപ്പോഴും വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോ എന്ത് ചെയ്യണം ഡ്രൈ ആക്കണം കേട്ടോ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുള്ള ഡ്രസ്സേ ഇടാവുള്ളൂ ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തിയിൽ ഡ്രസ്സും എല്ലാതും ഞാൻ കൂടുതൽ പറയുന്നില്ല സോ അപ്പൊ ഫംഗസ് വളരാനുള്ള കണ്ടീഷൻ എന്താണ് അവരെവിടെ വളരുക ദേ ഗ്രോ ഏത് കണ്ടീഷനിലാണ് വളരുക ദേ ഗ്രോ ഇൻ അത്യാവശ്യം ചൂട് ഇളം ചൂട് ഗ്രോ ഇൻ വാം ആൻഡ് വെറ്റ് കണ്ടീഷൻ എന്നുള്ളതാണ് ഹ്യൂമിഡ് പ്ലേസസ് വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ് ഓക്കെ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസ് ഇത് രണ്ട് എഴുതിക്കാണി ഈ 2 പോയിന്റ് ദേ ആർ കോസ്മോപൊളിറ്റൻ അവരെല്ലായിടത്തും കാണും ദേ ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ് അവര് വളരെ ഇങ്ങനെ വാമായിട്ടുള്ള വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് നല്ല ചൂട് എന്നാണ് അർത്ഥം ഇളം ചൂടാണ് അതാണ് നമ്മുടെ ബോഡിയിലുള്ള ചൂടില്ലേ നമ്മളിപ്പോ ഒരു നനഞ്ഞ ഡ്രസ്സ് ഇട്ട് നോക്കി അപ്പൊ കുറച്ച് നനവും കിട്ടും അത്യാവശ്യം ചൂടും കിട്ടും അപ്പൊ ഏതെങ്കിലും ഒരു ഫംഗസിന്റെ സ്പോർ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതവിടെ വളരും ഫംഗസ് നമ്മുടെ ബോഡിയിൽ താനേ വളരുന്നതല്ല എവിടുന്നെങ്കിലൊക്കെ സ്പോർ വന്ന് വീണാലേ അത് വളരാനുള്ള ഒരു കണ്ടീഷനാണ് മനസ്സിലായോ ഈ 2 പോയിന്റ് എല്ലാവരും എഴുതിയ ഓക്കെ ഫംഗസിന്റെ ബോഡിക്ക് എന്തായിരുന്നു വിളിച്ചിരുന്നത് മക്കളെ ഫംഗസിന്റെ ബോഡിക്ക് എന്താ വിളിച്ചിരുന്നത് ഫംഗസിന്റെ ബോഡിക്ക് എന്താ വിളിച്ചിരുന്നത് ഓക്കെ അതായത് ഫംഗൽ ബോഡി ഈസ് കോൾഡ് ഫ്രൂട്ടിംഗ് ബോഡിയാ ഫംഗൽ നെറ്റ്വർക്ക് അതിനെന്താ വിളിച്ചിരുന്നത് ഫംഗൽ ബോഡി ഈസ് കോൾഡ് ഫംഗൽ ബോഡി ഈസ് കോൾഡ് റെഡിങ്ങിൽ എഴുതി വെക്കുക മൈസീലിയം എന്ന് പറഞ്ഞാൽ അതിന്റെ എന്ത് കൂടി ചേർന്നതാണ് ഹൈഫേ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ കണ്ട നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ അല്ലെ ദ ഫംഗൽ ബോഡി ഈസ് കോൾഡ് മൈസീലിയം ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ അപ്പൊ ഞാൻ ആ ഫംഗസിന്റെ ബോഡി ഇവിടെ വരച്ചുതരാം ഇവിടെ ശ്രദ്ധിച്ചോളൂ ആ ഫംഗസിന്റെ ബോഡി ഞാൻ ഇവിടെ വരച്ചുതരാം ശ്രദ്ധിച്ചോളൂ ഫംഗൽ ബോഡി
ഇതാണ് ഫംഗൽ ബോഡി, മൈസീലിയം. കണ്ട, ഇതാണ് ഫംഗൽ ബോഡിയുടെ മൈസീലിയം എന്ന് പറയുന്നത്. ഇത് ഫംഗൽ ബോഡിയുടെ മൈസീലിയാണ്. കണ്ട, ഇത് മൈസീലിയം. ഇതെന്താണ് മക്കളെ? ഇതെന്താണ്? മൈസീലിയം. അപ്പൊ മറക്കണ്ടോ, അടുത്ത ക്ലാസ് ആവുമ്പോഴേക്കൊക്കെ ഇത് ഓർമ്മ വേണം. അതാ പറഞ്ഞത്, നമ്മൾ കുറെ കഴിഞ്ഞിട്ടല്ലേ കാണുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സീരിയസ് ആവണം, മറക്കരുത്. ഇതിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻ ഇടും. അപ്പൊ ഫംഗൽ ബോഡി ഞാൻ ഇങ്ങനെ എഴുതുന്നു, മൈസീലിയം. പറഞ്ഞാണി എന്താണ്? മൈസീലിയം. ഈ മൈസീലിയത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഫംഗസിന്റെ പലപ്പോഴും എന്തുണ്ടാവുന്നത് മക്കളെ? ഫംഗസിന്റെ എന്തുണ്ടാവുന്നത്? മൈസീലിയത്തിൽ നിന്ന് എന്തുണ്ടാവും? ഫ്രൂട്ടിംഗ് ബോഡി. ഓക്കെ. ഞാൻ അപ്പൊ ഒരു ഫ്രൂട്ടിംഗ് ബോഡിയും കൂടി ഇവിടെ വരച്ചു വെക്കുന്നുണ്ട്. ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഇവിടെ വരച്ചു വെക്കുന്നുണ്ട്. മൈസീലിയം ഒക്കെ ഉണ്ടാക്കിയത് ഫ്രൂട്ടിംഗ് ബോഡി കൊണ്ടാണ്. ഓക്കെ, ഞാൻ ഫ്രൂട്ടിംഗ് ബോഡി. ഈ ഫ്രൂട്ടിംഗ് ബോഡിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഫ്രൂട്ടിംഗ് ബോഡിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഓക്കെ, ഫ്രൂട്ടിംഗ് ബോഡി. ഫ്രൂട്ടിംഗ് ബോഡി. ഇതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റിന് എന്താ വിളിക്കുക? ഇതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റിന് വിളിക്കുന്ന പേര് എന്താ? ഓക്കെ, ഇൻഡിവിജ്വൽ യൂണിറ്റിന് വിളിക്കുന്ന പേര് ഹൈഫെ. അപ്പൊ ഞാൻ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, ഹൈഫെ. കണ്ട, ഹൈഫെ. ഇപ്പൊ എല്ലതുമായി. ഫ്രൂട്ടിംഗ് ബോഡി, മൈസീലിയം. ഇത് ഞാൻ കാണിച്ച നാട്ടോ, ഇതിൽ നിന്നാണ് ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവുന്നത്, മൈസീലിയത്തിൽ നിന്നാണ്. ഈ ഹൈഫയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഹൈഫയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹൈഫയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഈ ചിത്രം വരയ്ക്കട്ടെ, നല്ല വൃത്തിയിൽ വരയ്ക്കണം. മൈസീലിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വരക്കണം. മനസ്സിലായോ? Fruiting body, fungal body is called mycelium. Okay. എല്ലാരും എഴുതിയടാ? എല്ലാരും എഴുതിയോ? ഓക്കെ. ഞാൻ ഹൈഫിനെ കുറിച്ച് പറയാണ്ട് പറഞ്ഞത് വെറുതെ അല്ല. ഹൈഫിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിച്ചോളൂ. ഈ ഹൈഫയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഹൈഫെ ചില, അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് മൈസീലിയം എന്ന് പറഞ്ഞത് എന്താണ്? ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് മൈസീലിയം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇൻഡിവിജ്വൽ. ഓക്കെ, ഞാൻ ഈ ചിത്രത്തിന്റെ അടിയിൽ അങ്ങനെ എഴുതി വെക്കണ്ടേ. ദ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് മൈസീലിയം ഈസ് ഹൈഫെ. ഓക്കെ, മൈസീലിയം ഈസ് ഹൈഫെ. ഓക്കെ, ഈസ് ഹൈഫെ ഞാൻ എഴുതി വെച്ചു. ഞാൻ ഒരു കാര്യം പറയാണ്, ഈ ഹൈഫ ഉണ്ടല്ലോ, ചില ഹൈഫ ഇങ്ങനെയാണ് കാണുക, ചില ഹൈഫ ഇങ്ങനെ, ചില ഹൈഫയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോസ് വാള് കാണും ഹൈഫയിൽ. ചില ഹൈഫയിൽ ഇങ്ങനെ കാണും. ഈ സാധനത്തിന് വിളിക്കുന്ന, ഈ ക്രോസ് വാൾ ഉള്ള ഹൈഫയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇപ്പൊ ന്യൂക്ലിയസ് ഇങ്ങനെ ആയിരിക്കും, ന്യൂക്ലിയസ് ഇങ്ങനെ, ഇതിന്റെ ഒക്കെ ന്യൂക്ലിയസുകൾ ഇങ്ങനെ എടുക്കുന്നതാണ് ഹൈഫയിൽ. ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ചില ഹൈഫ ഇങ്ങനെയാണ്, ഇതിനെ ഞാൻ വിളിക്കുക സെപ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? എന്താ വിളിക്കുക? ചില ഹൈഫ എങ്ങനെയാണ് പറ? സെപ്റ്റേറ്റ്. അത് ഇതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കാണും കേട്ടോ, സെപ്റ്റേറ്റ് ഉണ്ടാകാം അല്ലെ. വേറെ ചില ഫംഗസില് അങ്ങനല്ല. ഹൈഫ എങ്ങനെയായിരിക്കും അറിയോ? ഇങ്ങനെ ക്രോസ് വാൾ ഉണ്ടാവൂല. അപ്പൊ ന്യൂക്ലിയസ് ഒക്കെ കൂടി അതിലിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാണും. ന്യൂക്ലിയസ് ഒക്കെ ഒരുമിച്ച് കാണും. ക്രോസ് വാൾ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക എന്തായിരിക്കും? ക്രോസ് വാൾ ഇല്ലെങ്കിൽ സെപ്റ്റ എന്നാണ് ക്രോസ് വാളിനെ വിളിക്കുക, സെപ്റ്റ. അതില്ലെങ്കിൽ അതില്ല. അപ്പൊ എന്താ പറയാ? അസെപ്റ്റേറ്റ് ഹൈഫെ. പറഞ്ഞാണി. ഒരു കാര്യം കൂടി പറയട്ടെ, ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള ഹൈഫെ, ദ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ, ഹൈഫെ വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ, ശരിയല്ലേ? അസെപ്റ്റേറ്റ് ഹൈഫയിൽ എന്താ ഉണ്ടാവുക? അസെപ്റ്റേറ്റ് ഹൈഫയിൽ ഏതാ കണ്ടീഷൻ? ഏതാണ്?
അസെപ്റ്റേറ്റ് ഹൈഫയില്? ഒരുപാട് ന്യൂക്ലിയസ് അല്ലേ? ഒരുപാട് ന്യൂക്ലിയസ് ഒരുമിച്ച് കൂടി, അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഒരുപാട് ന്യൂക്ലിയസ് കൂടി ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന് വിളിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, സീനോസൈറ്റിക്. ഒന്ന് പറഞ്ഞാൽ എന്താ പറയാ? അപ്പൊ അസെപ്റ്റേറ്റ് ഹൈഫയില്, അസെപ്റ്റേറ്റ് ഹൈഫ എന്ന് പറഞ്ഞാൽ ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ ആണ്. സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഫ വിത്ത് സെപ്റ്റ. ഇൻ അസെപ്റ്റേറ്റ് ഹൈഫ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ വിൽ ഫോം. ഇറ്റ് ഈസ് കോൾഡ് എന്താ വിളിക്കുക? അപ്പൊ എന്താ വിളിക്കുക? സെപ്റ്റേറ്റ് ഹൈഫ. ഒരു കൊയിനോസൈറ്റിക് അല്ല, സീനോസൈറ്റിക് എന്നാണ്. സീനോസൈറ്റിക്. നിങ്ങൾ ഇത് എഴുതിയോ? ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് മൈസീലിയം ഈസ് ഹൈഫ എന്ന് എഴുതിയോ എല്ലാരും? ഓക്കെ. അടുത്ത പോയിന്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് മൈസീലിയം എല്ലാരും എഴുതിയോ? ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം, എല്ലാവർക്കും പറഞ്ഞുതരാം. ഡോണ്ട് വെറി, ഒന്നുകൂടി പറഞ്ഞുതരാം. എല്ലാവരും ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് മൈസീലിയം ഈസ് ഹൈഫ എന്ന് എഴുതുക. അടുത്ത പോയിന്റ്, ദർ ആർ 2 ടൈപ്പ് ഹൈഫ. 2 ടൈപ്പ് ഹൈഫ ഉണ്ട്. ദർ ആർ 2 ടൈപ്പ് ഹൈഫ. ഏതാണ് ആ ഹൈഫ? ഏതൊക്കെയാണ്? ദർ ആർ 2 ടൈപ്പ് ഹൈഫ എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ് പറഞ്ഞാല്? ഒന്ന് എ, ഒന്ന് അല്ലെ, എ എന്ന് വേണ്ട. ഒന്ന് സെപ്റ്റേറ്റ് ഹൈഫ. ഒന്ന് സെപ്റ്റേറ്റ് ഹൈഫ. സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെപ്റ്റേറ്റ് ഹൈഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൈഫ വിത്ത് ക്രോസ് വാൾ. നോക്കണേ, മനസ്സിലാവാത്ത കുട്ടി നോക്കണേ. ഹൈഫ വിത്ത് ക്രോസ് വാൾ. ഹൈഫക്ക് ക്രോസ് വാൾ ഉണ്ടായിരിക്കും. ഹൈഫ വിത്ത് ക്രോസ് വാൾ അഥവാ സെപ്റ്റ ക്രോസ് വാൾ. ഇതാ ആ ഹൈഫയുടെ ചിത്രം ഇവിടെ വരക്കാം. ആ വരക്കുമ്പോ നോക്കൂ, ന്യൂക്ലിയസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കുക അല്ലെ? ന്യൂക്ലിയസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കണ്ട, ന്യൂക്ലിയസ് ഒക്കെ സെപ്പറേറ്റ്. മറ്റേത് ഏത് ഹൈഫയാണ്? മറ്റേത് ഏത് ഹൈഫയാണടാ? അസെപ്റ്റേറ്റ് ഹൈഫ. ഈ അസെപ്റ്റേറ്റ് ഹൈഫ എന്ന് പറയുമ്പോ ഒരു കാര്യമുണ്ട്, ചില ഹൈഫയിൽ എന്ത് കാണൂല? എന്ത് കാണൂല? ഓക്കെ, ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ എന്നാണ് വിളിക്കുക അല്ലെ? ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ. ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ. ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ എന്നാണ് വിളിക്കുക. ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ. ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ ഞാൻ എങ്ങനെ വരയ്ക്കുന്നത്? ഇങ്ങനെ, അതായത് ഇങ്ങനെ. കണ്ട, അപ്പൊ ന്യൂക്ലിയസ് ഒക്കെ എവിടെ? എല്ലാ ന്യൂക്ലിയസും ഒരുമിച്ചില്ലേ? കണ്ട, എല്ലാ ന്യൂക്ലിയസും ഒരുമിക്കണത് കണ്ട നിങ്ങള്? കണ്ട? അപ്പൊ ആ ഹൈഫനെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഹൈഫ എന്നാണ് വിളിക്കുക. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ ഹൈഫനെ എന്താ വിളിക്കുക? സീനോസൈറ്റിക് ഹൈഫ അല്ലെ? ദെൻ ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമ്മൾ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഒരു പോയിന്റ് എഴുതാം. വേണമെങ്കിൽ അതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതാം, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്. ഇറ്റ് വിൽ ലീഡ്സ് ടു എന്ത് ലീഡ് ചെയ്യും? ഇറ്റ് വിൽ ലീഡ്സ് ടു ഫോം മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഹൈഫ. ശരിയല്ലേ? ഇങ്ങനെ ഹൈഫ വിത്തൗട്ട് ക്രോസ് വാൾ ആണെങ്കിൽ അല്ലേ, ഇറ്റ് വിൽ ലീഡ്സ് ടു ഫോം മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഹൈഫ. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഹൈഫ അല്ലെ? ഹൈഫ, ഇറ്റ് വിൽ ലീഡ്സ് ടു ഫോം മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഹൈഫ. അങ്ങനെ എഴുതാം. ഈസ് കോൾഡ് എന്താ വിളിക്കുക? ഈസ് കോൾഡ് എന്തും കൂടി വിളിക്കും? ഈസ് കോൾഡ് എന്താ വിളിക്കുക? സീനോസൈറ്റിക് ഹൈഫ. ആ കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലാവാത്ത കുട്ടിക്ക് മനസ്സിലായോ? മെസ്സേജ് അയച്ചേ. സീനോസൈറ്റിക് ഹൈഫ. മനസ്സിലാവാത്ത കുട്ടി മെസ്സേജ് അയക്കൂ നേരത്തെ. അതായത് ഹൈഫയില് ക്രോസ് വാൾ ഇല്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോ there are 2 ടൈപ്പ് ഹൈഫ. സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ചിത്രം വരച്ചോണ്ടി. അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ചിത്രം വരച്ച കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? എല്ലാരും എഴുതിയാ? ഓക്കെ.
ഞാൻ ഒന്നും കൂടി പറയാട്ടോ. ഞാൻ കിങ്ഡം ഫംഗസിനെ കുറിച്ച് ഒന്നും കൂടി പറയണേ. എല്ലാവരും ശ്രദ്ധിച്ചാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാണ്. നോക്കൂ, കിങ്ഡം ഫഞ്ചൈ എല്ലായിടത്തും കാണുന്ന ആളല്ലേ? ആണല്ലോ. അപ്പൊ എന്താ നമ്മൾ അവരെ വിളിക്കുക? എന്താ വിളിക്കുക? Cosmopolitan. യെസ് കോസ്മോപൊളിറ്റൻസ്. അപ്പൊ മറക്കണ്ടോ, കിങ്ഡം ഫഞ്ചൈസ് എല്ലായിടത്തും കാണുന്നവരാണ്. അതുകൊണ്ട് കോസ്മോപൊളിറ്റൻ എന്ന് വിളിക്കും. അവർക്ക് വളരാനുള്ള കണ്ടീഷൻ ഏതാണ് മക്കളെ? വളരാനുള്ള കണ്ടീഷൻ ഏതാണ്? ദേ ഗ്രോ ഇൻ warm and humid conditions. പിന്നെ അടുത്തത് പറയുന്നത് അവരുടെ ബോഡിക്ക് എന്താ വിളിക്കുക? അവരുടെ ബോഡിക്ക്, ഫംഗൽ ബോഡിക്ക് എന്താ വിളിക്കുക? Mycelium. അതുണ്ടാക്കിയ ആ നെറ്റ്വർക്ക് ഏതാണ്? ഇൻഡിവിജ്വൽ യൂണിറ്റ് ഏതാണ്? ഹൈഫേ. ഈ മൈസീലിയത്തിൽ നിന്ന് ഉണ്ടായി വന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? മൈസീലിയത്തിൽ നിന്ന് ഉണ്ടായി. Floating body. ഓക്കെ, അത് ഞാൻ അവിടെ പറഞ്ഞുള്ളൂ ജസ്റ്റ്. ഹൈഫ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഹൈഫ? ഏതൊക്കെയാണ് ഹൈഫ? മക്കളെ, ഇന്നെടുത്തത് മനസ്സിലായോ? നിങ്ങൾക്ക് ഇതുവരെ എടുത്തത് മനസ്സിലായോ? ഇനിയും ഒരു മിനിറ്റ്, ഇനിയും പറയാനുണ്ട് നമുക്ക്. ഇനിയും പറയാനുണ്ട്. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം തരാം. നിങ്ങൾ ലെഫ്റ്റ് ആയി പോവരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈമാണ്. 5 മിനിറ്റ് ഐ വിൽ പ്രൊവൈഡ് ഫോർ യു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? പ്രോട്ടോസോവൻസ് നോക്കൂ, നിങ്ങൾ എഴുതിയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിലോ ചോദിച്ചോളൂ. സ്ലൈമോഡ്സ്, പ്ലാസ്മോഡിയം, സ്പോറ്, പ്രോട്ടോസോവൻസ്, അമീബോയിഡ്, ഫ്ലജലേറ്റഡ്, സീലിയേറ്റഡ്, അമീബ ഇര പിടിക്കുന്നത്, സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട്, മറൈനില് സിലിക്കൊക്കെ ഉണ്ട്. ഫ്ലജല്ല എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാനുള്ള സാധനം. പിന്നെ എക്സാമ്പിൾ ട്രിപ്പനോസോമ. സീലിയേറ്റഡ് ആകുമ്പോൾ ഒരുപാട് സീലിയ ഉണ്ട്, ഗള്ളറ്റ് ഉണ്ട്, ക്യാവിറ്റി അതിൻ്റെ ഉള്ളിലേക്കാണ് വരിക. പിന്നെ അടുത്തത് സ്പോറോസോവൻ. ഞാൻ പറഞ്ഞു അത് മലേറിയ ഉണ്ടാക്കുന്നതാണ്. സ്പോറ് ലൈക്ക് സ്റ്റേജ് ഉണ്ട്, ഇൻഫെക്ഷ്യസ് സ്റ്റേജ്. ഫംഗസിനെ കുറിച്ച് പറഞ്ഞു, കോസ്മോപൊളിറ്റൻ ആണ്, എല്ലായിടത്തും കാണും. മൈസീലിയം, ഫ്ലൂട്ടിംഗ് ബോഡി. എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ എന്നാല് മക്കളെ, ഇന്നത്തെ ക്ലാസ് നിർത്താം. എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കണം കേട്ടാ. എന്നാ അത് മറക്കൂല. ഓക്കെ, എന്നാ ശരി കേട്ടാ. നന്നായി പഠിച്ചു വരണേ. ഉറപ്പായിട്ട് പഠിച്ചു വരണം. ഓക്കെ.